കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സഭയുടെ ശുശ്രൂഷകൻ, കുടുംബം, ഈ ഭവനത്തിലുള്ളവർ, ഇന്ന് രാത്രിയിലെ അധ്യക്ഷൻ, ശേഷമുള്ള കർത്തൃദാസന്മാർ, കൂടപ്പെട്ട ദൈവമക്കൾ, ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഗായക സംഘം, എല്ലാവർക്കും, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, വീഡിയോ ചുമതല വഹിക്കുന്നവർ, സമീപ ഭവനത്തിലുള്ളവർ, ദേശവാസികൾ, ദൂരത്തിരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, ഇതിന് ശേഷമായിട്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ രാത്രിയിലും നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് ദൈവം കൃപ നൽകട്ടെ. വളരെ പരിചിതമായ തിരുവെഴുത്താണ് വായിച്ചത്. ഇന്നലെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ളതായ തിരുവെഴുത്തുകൾ. ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് ചോദിച്ചു, ആരെങ്കിലും നന്ദിവാചകം പറയുന്നുണ്ടെങ്കിൽ. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുവിലാണ് പറയുന്നത്. അപ്പം ഇപ്പം പറയുന്നതായിരുന്നു നല്ലത്. ഈ മിക്കയിടത്തും നന്ദിവാചകം ഒടുവിൽ പറഞ്ഞ് അന്തരീക്ഷം കെടുത്തു. അന്തരീക്ഷം കെടുത്തത് വളരെ കുളവാക്കിയാണ് വിടുന്നത്. മനുഷ്യനെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പം പറയുന്നെങ്കിൽ അതാണ് നല്ലത്, അതല്ലെങ്കിൽ ആശീർവാദം കഴിഞ്ഞ് വെച്ചേ പറയാവും. ആശീർവാദത്തിന് മുമ്പ് പറയാൻ സമ്മതിക്കത്തുമില്ല. ഇപ്പം പറഞ്ഞു ഇല്ല, എന്നാൽ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കാം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. തലയെ തകർക്കും, പിടച്ചു നടക്കും അവന്റെ മുടികൾ. 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 മുടിക്കുമാതിനോട് ചെയ്ത അനുജയി പരദേവനോ നമുക്ക് പരിത്രാണത്തിൽ മരണത്തിൽ നിന്നൊഴിവുകർത്തന അഖില ശക്തി തിരുകരത്തിലും ധനിഷയി പരദേവനോ നമുക്ക്. Shale
മന്ദിര നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമൽ മന്ദിര നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമൽ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുൾ 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 കാഴ്ച കൊണ്ടുവരുമേശുവി നിജയമേശുവി നിജയമേശുവി പരദേവനവോ നമുക്ക് പരിത്രാണനത്തിൻ മരണത്തിൽ തിരുകരത്തിലും പരദേവനവോ നമുക്ക് തലയ തകർക്കും പിടച്ചു നടക്കും അവന്റെ മുടികൾ 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 തന്നെ മുടിക്കുമാതിനോട്ട് ചെയ്ത പരദേവനവോ നമുക്ക് പരിത്യാണനത്തിൻ അധിപൻ മരണത്തിൽ നീ വഴിപകർത്തന അഖില ശക്തനി തിരുകരത്തിലും ഗണിസനി പരദേവനവോ നമുക്ക് ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഇന്നലെ വായിച്ച ചില കാര്യങ്ങൾ നമ്മൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിപ്പാനിടയായി. ഈ രാത്രിയിൽ ശേഷമുള്ള ഭാഗം ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ.
ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചവർക്കും ഇതുവരെയും സഹകരിച്ച എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള തിരുവെടുത്തുകൾ ഇന്നലെ ഓർപ്പിച്ചല്ലോ. നിങ്ങൾക്കും അറിയാം, യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. ആ ഒന്നാമത്തെ പ്രത്യക്ഷതയാണ് ആ വായിച്ച ഭാഗത്ത് 26-ാമത്തെ വാക്യത്തിൽ. ഒന്നുകൂടെ വായിച്ചാട്ടെ. ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇതാണ് ആദ്യത്തെ പ്രത്യക്ഷത. രണ്ടാമത്തെ പ്രത്യക്ഷത 24-ാം വാക്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. അത് രണ്ടാമത്തെ പ്രത്യക്ഷത. ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടായിരിക്കുന്നു. മൂന്നാമത്തെ പ്രത്യക്ഷത 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷ. ഇതാണ് ഈ ഭാഗത്ത് മൂന്നാമത്തെ പ്രത്യക്ഷത. അപ്പോൾ 9-24 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയാണ് കാണുന്നത്. നമുക്കറിയാം, 9-ാം അധ്യായം എന്നല്ല ഞാനൊരു ചെറിയ സൂചന തന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, 2 കൂടാരത്തെ പറ്റി അവിടുത്തത്. ഭൂമിയിലെ കൂടാരവും സ്വർഗത്തിലെ കൈപ്പണിയല്ലാത്തൊരു കൂടാരം. അതിന് താരതമ്യ പഠനം നടത്തിയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് പഠിക്കാം. ഭൂമിയിലെ കൂടാരം മനുഷ്യൻ പണിതതാണ്. എന്നാൽ സ്വർഗത്തിലെ കൂടാരം ഒരു മനുഷ്യൻ്റെയും കയ്യില്ല. അവിടെ ദൈവത്തിന് മഹത്വം. ഈ ഭൂമിയിലെ കൂടാരത്തിൽ കൂടെ പാപങ്ങൾ കഴിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ യാഗം കഴിക്കുക. എന്നാൽ സ്വർഗത്തിലേക്ക് പോയ കർത്താവ് എന്നേക്കും പരിഹാരം വരുത്തി വെച്ചാ പോയത്. മാത്രമല്ല, ഭൂമിയിലെ കൂടാരത്തിൽ മൃഗത്തെയാണ് കണ്ടിക്കുന്നത്. മൃഗത്തിന്റെ ചോരയാണ്. അവിടെ ഒരു വാക്യമുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും. മോനിയമ്മ ഒന്ന് വായിച്ച്, ആട്ടുകൊറ്റന്മാരുടെയും വലതുവശത്ത് വീളിൽ 9-ാം അധ്യായത്തിന്റെ വലതുവശത്ത് വീളിലുണ്ട്. വായത് പഴയ ബൈബിളാണെങ്കിൽ. എത്രാം വാക്യമാ സഹോദരി? 12 മുതൽ വായിച്ചോ. അപ്പൊ പിന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ കൂടാരത്തിൽ ആടിന്റെയും പശുവിന്റെയും അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആടിന്റെയും കാളയുടെയും ഒക്കെ രക്തമാണ് ഈ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക്, ഏതാ ഭൂമിയിലെ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഒതുങ്ങിയത്. എന്നാൽ സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു സ്വന്തം രക്തമാണ്. സ്തോത്രം. സ്വന്തം, അതായത് വ്യത്യാസം. തന്നെയല്ല, മൃഗത്തിന്റെ രക്തം ചൊരിഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. അതിന് ഒരു കാരണം, മനുഷ്യനെ രക്ഷിക്കാനാ യേശു വന്നേ. അന്നേരം മൃഗമായിട്ട് വന്നാലോ? അതുകൊണ്ട് അവിടുന്ന് മനുഷ്യജന്മം എടുത്തത്. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യനായി തന്നെ ഇവിടെ അവതരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തമാണ് ഇവിടെ കൂടെ അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു സ്വന്തം രക്തം അർപ്പിച്ചിരിക്കുക. മാത്രമാണോ, ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തമെല്ലാം അർപ്പിച്ചിട്ടും അവിടെ ഒരു പദമുണ്ട്, പൂർണ്ണ സമാധാനമില്ല. ഏതാണ്ടെല്ലാം ചെയ്യുന്നൊരു ചിന്തയോടെ പോകാം, ഒരു പൂർണ്ണ സമാധാനമില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട്, സ്വന്തം യാഗം കൊണ്ട് നമുക്ക് പൂർണ്ണ സമാധാനം തന്നിരിക്കുക. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. മാത്രമല്ല, ഈ കൂടാരം ഭൗമികമായ വസ്തുക്കളെ കണ്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ബെസലേലിനെയോ ഹോലിയാവിനെയൊക്കെ ദൈവം തെരഞ്ഞെടുത്തു. ദാൻ ഗോത്രത്തിൽപ്പെട്ടവനെ, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനെയൊക്കെ പുറപ്പാട് പുസ്തകം 30 ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ഭൂമിയിലെ കൂടാരം ചമയ്ക്കുവാൻ ഭൗതിക വസ്തുക്കളാണ്. വെള്ളിയും പൊന്നും തടിയും ഉണ്ടല്ലോ, ഇതെല്ലാം നൂലുകളും ഒക്കെയാ ഇവിടുത്തെ. എന്നാൽ സ്വർഗത്തിലെ കൂടാരം ഭൗതിക വസ്തുക്കളെ കൊണ്ടല്ല. അതിന് വേറൊരു കാരണം, ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതെല്ലാം നശിച്ചു പോയി. എന്നാൽ അവിടുത്തെ കൂടാരം ഒരിക്കലും നശിക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന് ഇത് തന്നെ പറയാനുണ്ട്, ഞാൻ വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഒരു കാര്യം ഇവിടെ പറഞ്ഞു വിട്ടേക്കാം. ഈ ഭൂമിയിലെ കൂടാരത്തിന് കണക്കുണ്ട്. 60 തൂണുകൾ, 48 48 പലക, പിന്നെ അന്താഴം,
അന്താഴം 5 അന്താഴം. അത് ഒരന്താഴമാണ് നടുക്കൂടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചെലുത്തിയിരിക്കുക. എഫേസ്യർ 4:11 അറിയാമല്ലോ, ഒന്ന് വായിച്ചു തരും മോനിയമ്മേ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. അതിനകത്തൊരു ചെറിയ ക്രമീകരണമുണ്ട്, വായിച്ചാൽ ആൾക്ക് മനസ്സിലായോ? വായിച്ചെന്നല്ലാതെ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, ഈ 5 നിയമനമേ സഭയ്ക്കുള്ളൂ. രക്ഷാധികാരിയൊക്കെ നമ്മൾ ഒപ്പിച്ചതാ. മൂപ്പില പടങ്ങി പോകാതിരിക്കാൻ പറഞ്ഞു. അച്ചായൻ മിക്കാറും പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ച പറഞ്ഞു, അച്ചായനാണ് ഈ സഭയുടെ രക്ഷാധികാരി. ദൂതന്മാരും ദൈവം അന്തം വിട്ടിരിക്കുക. പൂർണ്ണ രക്ഷാധികാരി യേശുവാ. എന്നാലും നമ്മൾ കാശുള്ള മൂപ്പിലായി പിടിച്ച് രക്ഷാധികാരിയായി പിന്നെ കൈയടിക്കുകയല്ല, സ്വോത്രം പറയാൽ ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ ശീമാട്ടിലെ ബൊമ്മ ഇരിക്കും പോലെ. ഇപ്പോഴത്തെ രക്ഷാധികാരി. ഇതൊന്നും ദൈവം അറിഞ്ഞ കേസേ അല്ല. ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത് 5 ശുശ്രൂഷക വൃന്ദം: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അതിൽ ചിലരെ എന്ന് പറഞ്ഞു വന്നിട്ട് ഇടയന്റെയും ഉപദേഷ്ടാവിന്റെയും കാര്യം പറയുമ്പോൾ ഒറ്റ പ്രാവശ്യമേ ചിലരെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകൂടെ വായിച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും. അപ്പൊ ഉപദേഷ്ടാവിന്റെ മുമ്പിൽ ചിലരെന്ന് കൊടുത്തിട്ടില്ല. 2 പേരുടെയും ശുശ്രൂഷ ഏറെക്കുറെ ഒന്നാ. പിന്നെ 2 തസ്തിക കൊടുത്തന്നേ ഉള്ളൂ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ 5 അന്താഴം നോക്കില്ലാർക്കും മതിവര മന്ദിരം, നോക്കില്ലാർക്കും മതിവര മന്ദിരം. നോക്കിലാർക്കും മതിവര മന്ദിരം, നോക്കിലാർക്കും മതിവര മന്ദിരം. ഭാഗ്യനാഥന്റെ ഭാഗ്യനാഥന്റെ ദിവ്യമാലയം പോകണ പുനരെന്നു ചൊന്നവരെന്നു മോദമുദിച്ചുമേ. പോകണ പുനരെന്നു ചൊന്നവരെന്നു മോദമുദിച്ചുമേ. നോക്കില്ലാർക്കും മതിവര മന്ദിരം. അതെ, പാടാൻ നേരമില്ല. ശാന്തമാമ ഇപ്പം വന്നു. അവിടോട്ടിരുന്നു, ആ കസലിലോട്ടിരുന്നു. എന്തിയാ കൊളക്കാട്? ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, വേറെ കേസാ. നമ്മുടെ അമേരിക്കയിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ പോകുകയും മാർക്ക് നമ്മുടെ ഈ വീട്ടിലെ ബേച്ചാൻ്റെ പെങ്ങളാണ്. അമേരിക്കയുള്ള ഓശിച്ചാൻ്റെ പെങ്ങളാണ്. അമ്മാമ്മയോടെ പൊരിഞ്ഞ യോഗം നടത്തുന്ന അമ്മാമ്മയാണ്. ഈ മൈക്ക് ഇങ്ങോട്ട് കൊടുത്താൽ ഇന്ന് ആരും പോയിപ്പറ്റും ഉണ്ടാവുകയില്ല, ഇന്ന് ഞാൻ തരികയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലെ കൂടാരം ഇതിനൊത്തിരി അച്ഛനവിടേക്ക് വേച്ചാൻ അവിടെ ഇരുന്നോളൂ. വേച്ചാൻ അവിടെ ഇരുന്നോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലെ കൂടാരം അതിനൊക്കെ പരിമിതികളാണ്. ഭൗതിക വസ്തുക്കൾ കൊണ്ടാണ് ഈ ഭൂമിയിലെ കൂടാരം
അല്ല ദൈവാലയം ചമച്ചത്. എന്നാൽ സ്വർഗത്തിലെ കൂടാരത്തെ പറ്റി എടുത്തു വായിപ്പിക്കുന്നില്ല. അവിടെ ഒരു പദമുണ്ട്, വലിപ്പമേറിയതും തികവുള്ളതും. കണ്ടോ? ആ 11-ാം വാക്യം മുതൽ താഴോട്ടൊന്ന് വായിച്ചോ. 9-ന്റെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പിണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയത് എന്ന് പറഞ്ഞാൽ ആദ്യ കൂടാരത്തിന് വലിപ്പമുണ്ട്. ഇത്ര തൂണുകള്, ഇത്ര പലകയുടെ നീളം, അതിന്റെ വീതി, അതിന്റെ കുടുമ, അതിന്റെ വെള്ളിച്ചുവട്, ഇതിന്റെ നീളം, വീതി, ഇതെല്ലാം കണക്കാ. അതിനൊരു വലിപ്പമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ആ കൂടാരത്തിൽ എല്ലാവർക്കും കയറാൻ അനുവദിക്കത്തില്ല. ഞാൻ പകലോമറ്റത്തെയാ, ശങ്കരപുരിയിലെയാ, കാളികാവിലെയാ, ഞാൻ കളിയിക്കലെയാ, ആദിക്കാട്ടത്തെയാ എന്ന് പറഞ്ഞാൽ അന്നോട്ടൊന്നും കേട്ടുകയല്ല. അപ്പൊ ആദിക്കാട്ടത്തല്ലേ യോഗ, അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. മര പറഞ്ഞല്ലേ കൂടിയിടുന്നേ. ഞാൻ വെൺമണിയിലെ വലിയ പുള്ളിയാന്ന് പറഞ്ഞാലൊന്നും ആ കൂടാരത്തിലോട്ട് കയറാൻ നോക്കുകയല്ല. ഏതാ ഭൂമിയിൽ മോശമുഖാന്തരം പടുന്ന കൂടാരത്തിൽ. അതിന് നമുക്കറിയാം 3 ഭാഗങ്ങളാണ്. സ്തോത്രം. പ്രാകാരം, വിശുദ്ധ തലം. അതിലെ അതിപരിശുദ്ധ തലത്താണ് ഒരുത്തരും സെക്രട്ടറിയാ, ട്രഷറാ, ഞാൻ കൗൺസിൽ മെമ്പറാ, ഞാൻ സൂപ്രണ്ടാ, ഓവർസിയറാ, ഞാൻ പ്രസിഡന്റാ. നിന്നെ ആ അടിച്ചതിനകത്ത് കയറ്റുകയല്ല. എന്നാ കുഴപ്പമില്ലല്ലോ. സ്തോത്രം. അതിന് ക്രമമുണ്ട്. ഇന്നയാൾക്ക് കയറാൻ പറ്റൂ. അതിനൊരു വലിപ്പമുണ്ട്. എല്ലാവർക്കും അതിനകത്ത് കയറാനും ഒക്കത്തില്ല. സ്തോത്രം. പക്ഷെ കാണാനൊക്കെ നല്ലതാ. പേരിശ്ശേരി മത്തായിച്ചൻ ഒരിക്കല് ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ പാടി. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, നീലനൂൽ ധൂമ്രനൂലും പിരിച്ചതാ പഞ്ഞി നൂലും, നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും. നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും, 4 നിറം കലർന്ന മാറയ പ്രാകാരത്തിലും ബാലനീലൻ ഊതിച്ചേലോകിം രാജന്റെ, ബാലനീലൻ ഊതിച്ചേലോകി രാജന്റെ ശീല ഗുണമോരോ നോതും നീ ലോകർക്ക. എന്തു മനോഹരമേ ഈ കാണുന്ന എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. പെട്ടകവുമതിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന, പെട്ടകവുമതിനുൾ നിയമത്തിൻ കൽപ്പലകയും മന്ന, ഇട്ടു വച്ചിടുന്നോരു പൊൻപാത്രം ആകേറോൻ തളിർത്ത വാടി, ഇട്ടു വച്ചിടുന്നോരു പൊൻപാത്രം ആകേറോൻ തളിർത്ത വാടി, ഒട്ടു വളരെ കനകം കൊടുത്താലും കിട്ടാത്ത മർമ്മങ്ങൾ പെട്ടിയിൽ കാണുന്നു. എന്തു മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. അവിടെ നേരമില്ല പാടാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ആ കൂടാരത്തിലെ ഉപകരണങ്ങള് വിവരിപ്പാൻ പോരെന്ന 9-ന്റെ 2-3 പെട്ടെന്ന് വായിച്ചോ.
ഒരു കൂടാരം ചമച്ചു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും, ആദ്യ ഭാഗത്ത് നിലവിളക്ക്, മേശയും കാഴ്ചവെപ്പും ഉണ്ടായിരുന്നു. പിന്നെ അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേര്. അതിന് വിശുദ്ധ സ്ഥലം, പ്രാകാരം അതിനപ്പുറത്ത്, അറിയാമല്ലോ. അടുത്തത് രണ്ടാം തിരുശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിവിശുദ്ധം എന്ന കൂടാരം. അടുത്തത് തിരശ്ശീല ഇട്ടിരിക്കുക. അടുത്തത് അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും, പിന്നെ അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും. അതാ ഇപ്പൊ പാടിയത്. ഇടങ്കടി മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. അതിനൊരു കാരണമുണ്ട്. എമാരി മന്ന വെറുപ്പാന്ന് പറഞ്ഞു, ഇല്ലയോ? മന്നയെപ്പറ്റി 3 സ്ഥലത്താണ് കൊടുത്ത പ്രയോഗം. വായിച്ച് പുറപ്പാട് 16, 31, സംഖ്യ 11:4, സംഖ്യ 21:4. പെട്ടെന്ന്. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ളം നിറമുള്ളതും തേൻ കൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചി. മന്നയെ പറ്റി അവിടെ തേൻ ചേർത്ത ദോശ. ഞാൻ എപ്പോഴും പറയും, ഇത് ഈ പെന്തിക്കോസി വരുന്ന സമയം അങ്ങനെ തേൻ ചേർത്ത. അന്നത്തെ ആ കയ്യടിയും വീശിയുള്ള അടി, ആ ഇരിപ്പും ഇടയ്ക്കൊരു ഇളക്കവും അതാ വന്ന സമയത്താ. ഏതാ പെന്തിക്കോസി? എല്ലാവരും ആ വന്ന ടൈം ഒന്ന് ഓർത്തേ. ചിലര് ഫിലിപ്പ് സാറിൻ്റെ കാലത്ത് വന്നവരുണ്ട്, ചിലര് ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് വന്നവരുണ്ട്, PJ ദാനിയേൽ സാറിൻ്റെ കാലത്ത് വന്നവരുണ്ട്. അവിടെ ഇരിക്കട്ടെന്ന് ഓർത്താ. പിന്നെ ചില പറയും ഞാൻ കുഞ്ഞുമനച്ചാന എന്നെ മുക്കിയെന്ന്. ഏതാ കല്ലുമല? നല്ല കാര്യം. കുക്കു സാഹിബിൻ്റെ കാലത്ത് വന്നവരുണ്ട്. അപ്പം ഇറങ്ങിയ കാലത്ത് അല്ല, പാസ്റ്റർ പോളാ എൻ്റെ അപ്പച്ചനെ മുക്കിയത്. അതും ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെ ഇറങ്ങിയ കാലത്ത് ഭയങ്കര രുചി. അതാ തേൻ ചേർത്ത. ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. പിന്നെ അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോട് എന്ന് പറഞ്ഞാൽ ഈ പ്രാരംഭത്തിൽ മഞ്ഞ അങ്ങോട്ട് ഭക്ഷിച്ചപ്പോൾ തേൻ ചേർത്ത ദോശ. തേൻ ചേർത്ത ദോശ കഴിച്ചിട്ടുണ്ട് ഉള്ളവരൊന്ന് കൈ പൊക്കിക്കോ. ചോർച്ചാൻ കഴിച്ചു. തേൻ ചേർത്ത ദോശ ഇവിടെ ആരുമില്ലേ? ഞാനും ചോർച്ചാനും മാത്രമേ ഉള്ളൂ. നീ കഴിച്ചിട്ടുണ്ട്? നമ്മൾ കഴിക്കുന്നതെല്ലാം പുട്ട. സഹോദരിമാർക്ക് എളുപ്പമുണ്ട്. വാരി നിറക്കി ആവി വരിക, കുത്തിയിടുക. പുട്ട് കഴിച്ച് തേണ്ടിരിക്കുന്ന പുട്ട് പോലെ ഒരു കയ്യടി ഒന്നുമില്ല. അങ്ങോട്ട് നോക്കി മുഴുവൻ പുട്ട. അല്ല, അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ മൊത്തത്തിൽ നോക്കി എല്ലാം പുട്ട. അവർക്ക് എളുപ്പമാണ്. വാരി നിറയ്ക്കുക, ആവി വരിക, കുത്തിയിടുക. എന്ന് ചോദിക്കാം ഒന്നുകൂടെ തരട്ടെ എന്ന്. ഇതിങ്ങനെ കുത്തി കൊടുത്ത് യോഗത്തിന് വന്ന് പുട്ടിരിക്കുമ്പോൾ ഇരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി പുട്ട് അങ്ങ് നിർത്തണം. ഇത് ഈ പ്രാരംഭത്തിൽ മഞ്ഞ അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് തേൻ ചേർത്ത സ്തോത്രം. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മകേശ മഹാരാജനേ മകേശ മഹാരാജനേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനേ മകേശ മഹാരാജനേ മകേശ മഹാരാജനേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. എല്ലാം പാടാൻ നേരമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മന്ന പ്രാരംഭത്തിൽ അങ്ങോട്ട് ഭക്ഷിച്ചപ്പോൾ തേൻ ചേർത്ത ദോശ. അല്ല, പെന്തിക്കോസ് വരുന്ന സമയം അങ്ങനെ. അന്നത്തെ പാട്ട്, പ്രാർത്ഥന, പോക്ക്, ഇരിപ്പ്, വരവ്, ആരാധനയ്ക്കുള്ള പോക്ക്, എന്തോ ദീക്ഷതയാ. അന്ന് വണ്ടി വേണ്ട, വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പൽ വേണ്ട. മാച്ച് ചെയ്യുന്നതൊന്നും ഇന്ന് എല്ലാം മാച്ചിങ്. ചുരിദാർ അല്ലെങ്കിൽ സാരി അല്ലേ, ഷർട്ട് അല്ലേ, പാൻറ് അല്ലെങ്കിൽ മുണ്ട്, എല്ലാം മാച്ചിങ്ങാണ്. ചിലരുണ്ട് അതുപോലെ അതിനുള്ള സ്ലൈഡ്, ഏതാ തുണിയുടെ കളറിലുള്ള സ്ലൈഡ്, അതിൻ്റെ വള്ളി പോലുള്ള ചെരുപ്പ്, വാച്ചിൻ്റെ വള്ളി, അതൊക്കെ തന്നെ. ഒന്നും അറിയാൻ മേല. ആ പോക്കൊക്കെ ഒന്ന് കാണണം. യെശയ്യാവ് 3:16 വായിക്കണ്ട? ഇതെല്ലാം മാച്ചിങ്ങാണ്, മുഴുവൻ മാച്ചിങ്. അപ്പൊ ആരംഭ സമയത്ത് ഇതൊന്നുമില്ല. അന്ന് മാച്ചിങ് ഒന്നും ആർക്കും ആവശ്യമില്ല. യോഗ്യമായിട്ടും ലജ്ജാശീലത്തോടെ ആമൻ ദൈവത്തെ ആരാധിക്കുക.
ഇന്ന് ചേരുന്നതില്ലെങ്കിൽ പോവുകയല്ലോ. അപ്പൊ ഈ പ്രാരംഭ സമയത്ത് നല്ല തേൻ ചേർത്ത ദോശ, അത് പെന്തിക്കോസ് വന്ന ടൈമാ. അന്നത്തെ പാട്ടും പ്രാർത്ഥനയ്ക്കൊക്കെ സഭയൊക്കെ രണ്ടും രണ്ടരയൊക്കെ പോവുകയല്ലോ. സ്തോത്രം. അന്നത്തെ പാട്ടും വ്യത്യാസം. അന്നത്തെ പാട്ടിതാ, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ. ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, ദുരിത ക്ലേശമോ വിവിധ പീഡ പേടിയോ, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്ക് ഭയമില്ല, വരുന്നതെന്തും വരട്ടെന്നല്ലാതെ എനിക്ക് ഭയമില്ല, നിനക്ക് വേണ്ടി ഞാൻ ധരകിലെന്തു വേണം, ഓ നിനക്ക് വേണ്ടി ഞാൻ ധരകിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭ സമയത്ത് തേൻ ചേർത്ത ദോശ. ഈ മന്നയെ കുറെ നാൾ ഈ പെന്തിക്കോസ് വന്ന് കൊട്ടിയും പാടിയും തുള്ളിയും ചാടിയും കമ്മിറ്റിയിലും ഒക്കെ കയറി, സെക്രട്ടറിയും കളിച്ച് ട്രഷറും കളിച്ച് കൗൺസിലും കയറി, അതുമൊക്കെ പല കാര്യത്തിൽ ഇടപെട്ട് ഇപ്പൊ ഇവർക്ക് തോന്നുക മന്നയുടെ രുചി പോയിന്ന്. വായിച്ചേ സംഖ്യ 11:8. പെട്ടെന്ന് വായിച്ചോ, അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. സംഖ്യ 11:8. ജനം നടന്നു പെറുക്കി തിരികെ പൊടിച്ചിട്ടോ ഉരുളിൽ ഇടിച്ചിട്ടോ കാലത്ത് പുഴുങ്ങിയോ അപ്പ ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ നേരത്തെ തേൻ ചേർത്ത ദോശ. ഇപ്പോഴോ ഇപ്പൊ ഒരു 10-25 കൊല്ലം ആയപ്പം ആ പഴയ രുചിയും ഗുണവും മണവും ഒന്നും ഇല്ല. കൈ അടിക്കുന്നതേ ഉള്ളൂ, വലിയ താല്പര്യമൊന്നുമില്ല. സ്തോത്രം പറയുന്നതേ ഉള്ളൂ, അടുത്തിരിക്കുന്നവൻ പോലും കേൾക്കുകയല്ല. നമ്മളവർക്ക് മൂർഖം ചീറ്റുക, പാമ്പ് ചീറ്റും അങ്ങനെ. പണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. വണ്ടമ്മേട് യാക്കോച്ചൻ ഹല്ലേലൂയ പറഞ്ഞു കൊമ്പനാനെ ഓടിപ്പോയി. പുഞ്ചമണ്ണിൽ മാമൻ എന്ന് പറയുന്നത് കണ്ടിട്ടില്ല. പഴമക്കാർ പറഞ്ഞ വെട്ടുപോത്ത് വന്ന് മുന്നിൽ നിൽക്കുക, എങ്ങോട്ട് ഓടാൻ മേല. കുഞ്ചമണ്ണി മാമൻ പറഞ്ഞെന്നാ പറഞ്ഞേ, കർത്താവ് പോത്ത് നിന്റെ വക, മാത്തനും നിന്റെ വക. ഇത് പറഞ്ഞേച്ച് പുള്ളി ഹല്ലേലൂയ പാടി പോത്തോടി. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ സഭയ്ക്കകത്തൊരു കാലം. ഇപ്പൊ ഭാഷമാർ കിടന്ന് അങ്ങനെ ചക്രജാതം വലിക്കുക, സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ശക്തിയോടെ തകർത്ത ഇടിമുഴക്കുമ്പോൾ ഇങ്ങനെ അന്നോടാ തകർത്ത് കിട്ടി നടക്കും. നിന്നങ്ങ് വില്ലുക, ആര് പറയാൻ. അപ്പൊ പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ. അതാ പെന്തിക്കോസ് വന്ന ടൈമാ. 5-10 കൊല്ലം കൊട്ടിയും പാടിയും ചാടിയും തുള്ളിയും യോഗത്തിനുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പൊ ആ പഴയ രുചിയും ഗുണവും മാണവും ഒന്നുമില്ല. ഇപ്പൊ പറയാ എണ്ണ ചേർത്ത ദോശ. ആട്ടെ, ഒരു 10-40 കൊല്ലമായി, കുറച്ച് പഴക്കമായി. ഇപ്പൊ ഇവര് പറഞ്ഞ എന്നാന്നറിയാമോ? വായിച്ചേ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന് 4 മുതൽ അറിവുള്ള വാക്യമാ. വായിച്ചോ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? അടുത്ത വാക്യം, ഇവിടെ അപ്പവുമില്ല. അല്ല നിർത്തിക്ക്, അപ്പം തിന്നാനാണോ കൊണ്ടുവന്ന്? മോശ അവിടെ ചെന്ന് പറഞ്ഞത് എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം, അപ്പം തിന്നാനല്ല. പക്ഷെ ഇപ്പം ആരാധനയൊന്നും വലിയ വിഷയമല്ല. പിന്നെ എന്തുവാ? യോഗമൊന്നും പലർക്കും വിഷയമല്ല. ചില പറഞ്ഞ യോഗം കഴിഞ്ഞെന്നതാന്ന. യോഗമേ വിഷയമല്ല. യോഗം ഇവര് പറയാ ഇവിടെ അപ്പവുമില്ല, വെള്ളം. അപ്പം തിന്നാനാണോ നിന്നെ വിളിച്ചിറക്കിയത്? അല്ല, എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം, മരുഭൂമിയിൽ യാഗം കഴിക്കാൻ, മരുഭൂമിയിൽ ഉത്സവം ആചരിക്കാൻ. വായിച്ചേ 3-ാം അധ്യായത്തിന്റെ 1 പുറപ്പാട്. പെട്ടെന്ന് വായിച്ചോ. 3:18 വായിച്ചു പെട്ടെന്ന്. 3:1-2 ആദ്യമായി. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമാകുന്ന ഇത്രോവിന്റെ ആടുകളെ വെച്ച് മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് പറയുന്ന അവിടെ യഹോവയുടെ ദൂതൻ ഉൾപ്പെട്ടവന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. 18-ാം വാക്യം പെട്ടെന്ന്. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ. മോളമ്മയാ വായിക്കുന്നത്. 2 അമ്മമാരാ, മോനി അമ്മയും മോളമ്മ. 2 അമ്മയാ ഇന്ന് വായിച്ചു തരുന്നേ. വായിച്ചോ മോളമ്മ.
എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. യാഗം കഴിക്കാനാണ് നിന്നെ വിളിച്ചിറക്കിയത്. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം യേശുവിന്റെ കാൽവരി മരണം കൊണ്ട് പൂർത്തീകരിച്ചു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന യാഗം പലതാ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ യാഗം സ്തോത്രം എന്ന യാഗമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന കൊമ്പും കുളമുമുള്ള മൂരിയേക്കാൾ നല്ലതാ സ്തോത്രം എന്ന യാഗം. പൗലോസ് പറയാ ആമേൻ, സ്തോത്രം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പക്ഷെ നമ്മുടെ പല ആൾക്കാർക്കും വെളിവും വെള്ളിയാഴ്ചയില്ല. ചില ഉപദേശിമാർ പറയാം സ്തോത്രം ചെയ്താട്ട് ഉടനെ ഇരുന്ന് പറയാം ഹല്ലേലൂയ. എന്നാൽ പറയുന്ന പുള്ളിക്ക് വെളിവുണ്ടോ? പുള്ളി പറയണ്ടേ സ്തോത്രം. പുള്ളി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. സ്തോത്രമാണോ ചെയ്ത്? സ്തോത്രം ചെയ്യണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവൻ നമുക്ക് ലഭിച്ച ആ യാഗം സ്തോത്രം എന്ന യാഗമാണ്. യാഗം കഴിക്കാനാ വിളിച്ചത്. സ്തോത്രത്തിന് ശക്തിയുണ്ട്. ആ കാര്യത്തിൽ കൂടുതൽ അഭിനന്ദിക്കേണ്ടത് TPM-കാരെയാണ്. നന്നായിട്ട് സ്തോത്രം ചെയ്യും. നമ്മുടെ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 സ്തോത്രം പറഞ്ഞു വെച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമാ വേറെ വല്ലവരും പറയുന്നുണ്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴാണ് പറയാന്ന് ചോദിച്ചാൽ അവസാനം മൂക്കിൽ കൂടെ ആമ്പലിന്റെ വള്ളിയല്ല ഇട്ട് അവിടെ ചൊവ്വനെ പറയുന്ന ഇപ്പൊ ഞാൻ എത്ര എണ്ണത്തിന് ഞാൻ കണ്ടിരിക്കുന്നു. ആരാധനാ മധ്യത്തിൽ സ്തോത്രം പറയോ? സ്തോത്രം പറയാൻ പറഞ്ഞാലും പറയുകയല്ല. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ. പക്ഷേ ഇത് പറയാതിരിക്കാനൊക്കത്തില്ല. പരുവക്കേടായി പോകരുത്. ആയുസ്സും ആരോഗ്യവും അവസരവും കിട്ടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. കാത്ത കൃപയിൽ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയിൽ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങിയുള്ളം തീരുന്നേരം, കലങ്ങിയുള്ളം തീരുന്നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ ചേർന്നേകി മമനാള നിൻ പ്രേമത്താലേ, മമനാള ഓ നിറയുന്നേയുള്ള ഇന്നേരം, നിറയുന്നേയുള്ള ഇന്നേരം മമനാള നിൻ പ്രേമത്താലേ, ഓ മമനാള ഓ നിറയുന്നേയുള്ള ഓ നിറയുന്നേയുള്ള ഇന്നേരം. അതിശയമേ യേശുവിശേഷം, ആനന്ദമേ ആയതിൽ ധ്യാനം. അതിശയമേ യേശുവിശേഷം, ആനന്ദമേ ആയതിൽ ധ്യാനം. ഓ ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാം നിൻ പ്രേമം, ആർക്ക് ഗ്രഹിക്കാം മമനാള നിൻ പ്രേമത്താലേ, മമനാള നിൻ പ്രേമത്താലേ നിറയുന്നേൻ ഉള്ളമിന്നേരം, നിറയുന്നേൻ ഉള്ളമിന്നേരം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പോൾ ഇവരെ ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിക്കാനാ. അതാ അവിടെ വായിക്കുന്നത് യാഗം കഴിക്കാൻ. ദൈവത്തിന്റെ മഹത്വം. യാഗം വല്ലതും കഴിക്കുന്നുണ്ടോ? ഗുളിക കഴിക്കുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഗുളിക കഴിക്കുകയും കുത്തും നടക്കുന്നുണ്ട്. അത് തെറ്റാന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നടക്കട്ടെ. ഗുളിക കഴിക്കുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ടോ? വെളുപ്പിനെ പോലും എഴുന്നേറ്റ് പാട്ട് പാടി പ്രാർത്ഥിക്കുകയല്ല, കണ്ണ് തെളിച്ചാണ് തപ്പുക. എന്തുവാ തപ്പുന്നേ? അറിയാമല്ലോ. പിന്നെ ഇപ്പൊ എന്നെ കൊണ്ടെത്തിനാ അല്ല, വേറെ പുസ്തകം തപ്പുമൊന്നുമല്ല. കാരണം മുതുപാതിര വരെ ഇത് കണ്ട് അവസാനം അത് നെഞ്ചത്തും വീണ് അങ്ങനെ കിടന്ന് ഉറങ്ങിയതാ. നേരം വെളുത്തപ്പം പെമ്പള ഇവിടെ കിടന്ന് അപ്പം മാപ്പിള അപ്പറേ തപ്പുക, രണ്ടും അപ്പറേ അങ്ങനെ തപ്പുക. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ തപ്പുന്നവരുടെ കാര്യം. അങ്ങനെ തപ്പുന്ന നീയും ഭർത്താവും അല്ലേ, നീയും ഭാര്യയും വന്നെങ്കിൽ നിന്റെ കാര്യമായി പറയാനേ. പേരെ അറിയാതെ ഞാൻ പേരൂടെ പറഞ്ഞു.
ദാവീദ് പറഞ്ഞത്, ഞാൻ രാവിലെ നിനക്കായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുക. വെള്ളമില്ലാതെ ഉണങ്ങിവരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്ന നിന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. അപ്പൊ ഇവരെ ദൈവം തമ്പുരാൻ വിളിച്ചതിന്റെ ഒന്ന് യാഗം കഴിക്കാനാ, 2 ഉത്സവം ആചരിക്കണം. 5-1 വായിച്ചോ, പുറപ്പാട് 5:1. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന്, മരുഭൂമിയിൽ ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ ഉത്സവം കഴിക്കണം. ഉത്സവം അതിന്റെ ഒരു ചിന്ത, ഉത്സവം സന്തോഷത്തെ കാണിക്കുന്നതാണ്. നീ ഇങ്ങനെ കരഞ്ഞും കൂനിക്കുത്തി നിലവിളിച്ചും നിരാശപ്പെട്ട് പിരിക്കാനല്ല ഉത്സവം ആചരിക്കാൻ വിളിച്ചത്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടു കൂടെ സമൂഹമത്തെ ദൈവാലയത്തിൽ ചെന്ന് എൻ്റെ ഉള്ളവനിൽ പകരുന്നെന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനൊക്കെ ആ ദൈവം വിളിച്ചത്. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടേ. പക്ഷെ ഇവർക്കിപ്പോൾ ഉത്സവവും വിഷയമല്ല, ആരാധനയും വിഷയമല്ല, സ്തോത്ര യാഗവും ഒന്നും. ഇവരിപ്പോൾ പറയും ഇവിടെ അപ്പമില്ലെന്ന്. ഒന്നുകൂടെ വായിച്ചോ, 21:4. സംഖ്യ 21:4. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അതും ചിന്തയുണ്ട്. എളുപ്പവഴി ഉണ്ടായിരുന്നു, അതിലേ വിട്ടില്ല. എളുപ്പവഴി ഈ മിസ്രൈമിൽ നിന്ന് കനാനിലോട്ട് പോകാൻ ഏതാണ്ട് ഒരു 10-11 ദിവസത്തെ വഴി മതി. എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി കൂടെ ദൈവം ഇവരെ വിട്ടില്ല. ഒരു വാക്യം വായിച്ചേ, പുറപ്പാട് 13:17. ചടിയടാന്ന് വായിക്കണം. മോളമ്മയും കൂടെ വായിച്ചു, 2 പേരും. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അത് അടുത്ത വഴിയാ, എളുപ്പവഴിയാ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്തു നിന്ന് വരികിലും, പക്ഷെ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നു വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലെ കൊണ്ടുപോകില്ല. ചെങ്കടലിന്റെ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. അപ്പൊ എളുപ്പവഴി കൂടെ ദൈവം വിട്ടില്ല. എളുപ്പവഴിയുണ്ട്. അത് ആ വഴിയെ പറ്റി പറയുന്ന വണ്ടി പോകുന്ന വഴിയാ, വീതിയുള്ള വഴിയാ, രാജപാതയാ. നമ്മുടെ ഒക്കെ ഭാഷ പറഞ്ഞ നല്ല ഹൈവേയാ. അപ്പൊ ഹൈവേ കൂടെ ദൈവം വിട്ടില്ല. എളുപ്പവഴി, അത് വണ്ടി പോകുന്ന വഴിയാ. തെളിവ്, യോസേപ്പ് രഥം അയച്ചത് ആ വഴി കൂടാ. മിസ്രൈമിൽ നിന്ന് അപ്പച്ചനെ കൊണ്ടുവരാൻ രഥം അയച്ചില്ലേ? ഇല്ലേ? അപ്പൊ നല്ല വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ അപ്പനെയും അമ്മയും വണ്ടിയൊക്കെ കയറണം കേട്ടോ. അല്ല, അച്ചായനും അമ്മയും കൂടെ ഓട്ടോ പിടിച്ചു പോകും. ഞാനും അവളും കൂടെ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എണ്ണമുണ്ട്, ഇതിനകത്തും കാണും. നല്ല വണ്ടിയൊക്കെ മേടിക്കുമ്പോഴേ ദൈവം തരുന്നതല്ലേ. ചില പെണ്ണുങ്ങൾ പറയാം, തളേനെ എങ്ങാനും വരുത്തി അതിൻ്റെ തനി നിറം. അവനിപ്പം കിടന്ന് കുഴയുക. അവനിപ്പം ചിന്തിക്കുന്നു, ഈ വണ്ടി എടുക്കേണ്ട ഒരു കാര്യവും, സൈക്കിൾ മതിയായിരുന്നു. അല്ല, അങ്ങനത്തെ സൈസ് വല്ലോ ഇതിനകത്തുണ്ടേ. നോട്ടോ ഇതിപ്പം കണ്ടിട്ട് ചിലത് പരുവക്കേടാ. യോസേപ്പ് അപ്പച്ചനെ മിസ്രയീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി രഥമയച്ചു. മിസ്രയീമിലെ രഥമാ, അതിനൊക്കെ പ്രത്യേക കുതിരയെ അമിച്ച് കെട്ടുന്നതാ. മിസ്രയീമിലെ പെൺകുതിരയൊക്കെ അമിച്ച് കെട്ടിയ രഥം അതിൻ്റെ കൊടിക്കൂടെയെല്ലാം ഇങ്ങനെ പറന്ന്. അപ്പച്ചൻ ഇങ്ങനെ നോക്കുമ്പോൾ ഭൂടി പറക്കുന്നു. ഭൂടി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ രഥം വരുന്നു. അപ്പം കൊടിക്കൂട. അപ്പോൾ ഈ നഫ്താലിയാ ചെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. നഫ്താലി അപ്പച്ചനോട്, യോസേപ്പ് ജീവിച്ചിരിക്കുന്നെന്നും അപ്പച്ചൻ ഭാരപ്പെടണ്ട, സാറ് പറഞ്ഞു അപ്പച്ചനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി. അപ്പം മോനെ എനിക്ക് വയ്യാടാ, ഇപ്പം 130 ആയടാ. അപ്പച്ചൻ നടക്കുമൊന്നും വേണ്ട, സാറ് വണ്ടി വിടാന്ന്. നല്ല സാറാ അപ്പച്ചൻ. നമുക്ക് ഒത്തിരി സാറന്മാരുണ്ട്. കാശിന് ജോർജ് സാറ്, ബേബി സാറ്, ചാക്കോ സാറ്, തോമസ് സാറ്.
ഈ സാറ് നല്ല സാറാ. സാറ് അപ്പച്ചനെ കൊണ്ടുവരാൻ രഥം അങ്ങോട്ടേക്ക് വെച്ചു. നഫ്താലി അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നു. എന്ത് ചെയ്യണം? അങ്ങോട്ട് നോക്കാൻ. വണ്ടി, എൻ്റെ ഭാഷ, വണ്ടിയെ നോക്കിയപ്പോൾ പുള്ളിക്ക് ചൈതന്യം വന്നു. യോസേപ്പിന്റെ രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം. ആ രഥത്തിലാ മിസ്രയീമിലോട്ട് ദൈവത്തിന് 70 പേര്. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ യോസേപ്പിന്റെ കാലത്ത് മിസ്രയീമിലെത്തി ദൈവം ഇവരെ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഈ എളുപ്പ വഴി, വണ്ടി പോകാത്ത വഴി, വണ്ടി പോകുന്ന വഴി, ചെങ്കടൽ കിടക്കണ്ട ആ വഴിയാ രഥം അയച്ചത്. ഇത് എളുപ്പ വഴിയാന്നുള്ളതിന്റെ തെളിവ് ഈ ധാന്യം തീർന്നു കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇന്ന് ധാന്യമില്ല, തീർന്നു. അപ്പം ബെന്യാമിനെ വിട്ടില്ലെങ്കിൽ സാറ് പറഞ്ഞേക്കുന്നത് ധാന്യം തരുകയല്ലെന്ന്. ഉടനെ ഇവർ പറഞ്ഞു, എടേ എങ്ങനെയാടാ? അപ്പച്ചൻ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് അപ്പച്ചൻ അനുവദിക്കുകയായിരുന്നു, ഞങ്ങളിപ്പോൾ 2 വട്ടം പോയച്ച് വന്ന്. അപ്പം അത് എളുപ്പ വഴിയാ. ആ വഴിയെ പറ്റിയാ ഇവിടെ വായിക്കുന്നത്. വായിര് ഇനി 13:17. ഈ കൊച്ചു എഴുന്നേറ്റ് ഇവിടെ വന്നിട്ട് ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഞാൻ എടുത്തു തരാം. ഒരു കൈ കൊച്ചും എന്തെല്ലാം കാര്യം ഞാൻ ചെയ്യണമെന്നറിയാം. വചനം പറയാൻ വായിച്ചേ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും, എളുപ്പ വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയി. ഇതേ എളുപ്പ വഴിയെ കൂടെ വിടാഞ്ഞ നീ പഴയതിലോട്ട് പിന്നെയും പോകുന്ന ദൈവത്തിന് അറിയാം. നിനക്ക് ചില വിടുതലൊക്കെ പെട്ടെന്ന് തരാത്തത് ദൈവത്തിന്റെ പദ്ധതിയാ. പെട്ടെന്ന് നന്നാ ഇത് മേടിച്ചുകൊണ്ട് നീ പഴയ തലത്തോട്ട് ഓടും. നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ പോകുമെന്ന്. പിന്നെ ഇപ്പൊ പോകാതെ പമ്മി ഇരിക്കുന്നത് അപ്പാ ഒരു വിടുതൽ, അതായി പമ്മി ഇരിക്കുന്നേ. ഇതെല്ലാം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ നിന്നെ ഈ യോഗത്തിന് പോലും കിട്ടുകയല്ല. എത്ര എണ്ണം വരാതിരിക്കുന്നു? വെൺമണിയിൽ ഇത്രയും പേരെ ഉള്ളോ? പിന്നെ ഇപ്പം വരേണ്ട കാര്യമൊന്നുമില്ല. വീടായി, ചുറ്റുപാടായി, പിള്ളേർക്കൊക്കെ ഒരു ഞാൻ ഈയിടെ ഒരു ഉപദേശയോട് ചോദിച്ചു, ഇപ്പം എവിടെ ചുമതല? ഇപ്പം ഇല്ലെന്ന്. ഞാൻ ചോദിച്ചാൽ അത് പിള്ളേർ പറഞ്ഞു, ഇനി ഡാഡി ഒത്തിരി അലയൊന്നും വേണ്ട, റെസ്റ്റ് എടുക്കാൻ. തന്നെയല്ല പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലായി. മൂത്തവൻ അമേരിക്കയിൽ, രണ്ടാമത്തവൻ കാനഡയിൽ, മോള് ന്യൂസിലൻഡിൽ. പിന്നെ ഇപ്പം പിള്ളേർ 3 വീട് വെച്ചു. അപ്പം പിന്നെ പിള്ളേരൊക്കെ വരും. അപ്പം പിള്ളേരെ സെറ്റപ്പ് ചെയ്യാനാ പുള്ളി ഈ വേലയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? ഉണ്ടെന്ന്. പിള്ളേരെ ഒരു നല്ല നിലയിലാക്കാനാ പുള്ളി. അതൊരു വേലയാ, അതൊരു വേലയാ. വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ, വേല എന്നു ചൊല്ലി വേലയില്ല സ്ഥലം പോലെ, 4 പാടും തുറന്നുള്ള ജാല ചൂപിച്ചേട്ടകരെ, 4 പാടും തുറന്നുള്ള കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. അസലായി കഴിയണം ഡ്രസ് നന്നായിരിക്കണം. അസലായി കഴിയണം ഡ്രസ് നന്നായിരിക്കണം. വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ഷടന്മാരെ, വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ഷടന്മാരെ, കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന, സ്ത്രീജനത്തിൻ മിത്രമായി സൂപദേശം കൊടുക്കുന്ന, പാപമതു നടിച്ചിടു പാപികളെ തിരഞ്ഞിങ്ങ, പാപമത് നടിച്ചിടു പാപികളെ തിരഞ്ഞിങ്ങ, കൊണ്ടുവാ നീ പാപികളെ,
കൊണ്ടുവാ കൊണ്ടുവാ നീ ഓ കൊണ്ടുവാ കൊണ്ടുവാ നീ പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ. അപ്പൊ ശ്രദ്ധിക്കുക, എളുപ്പ വഴി കൂടെ ദൈവം വിട്ടില്ല. ഇവരെ ദൈവം കറക്കി. അതിനെ എളുപ്പ വഴി കൂടെ വിടാതെ ദൈവം കറക്കി. ദൈവമാ കറക്കിയ കേട്ടോ, പിശാചൊന്നുമല്ല. നമ്മൾ പറയുന്നത് പിശാചിട്ട് കറക്കുന്ന, അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് അവര് ഇതായതുകൊണ്ട് പറയുന്നത്. ഇതാരും ചെയ്തതല്ല, ദൈവം കറക്കിയത്. നമ്മൾ ദൈവത്തെ പറ്റി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ദൈവ സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, മഹാദൈവം, പിന്നെ ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയെന്ന് തിരികെ കെടുത്താത്ത ദൈവം, നല്ല പ്രയോഗങ്ങൾ, നല്ലത്, അങ്ങനെ വേണം, നല്ലത്. ചൊല്ലി പ്രാർത്ഥിക്കും ഞങ്ങളുടെ പൊന്നു ദൈവമേ എന്നൊക്കെയാണ് ചില വാചകം കിട്ടുന്ന, നല്ല വാചകമാണ്. റാന്നിയിലുണ്ടായിരുന്ന അണ്ടകടാകം തങ്കച്ചൻ തുടങ്ങുന്നത് അണ്ടകടാകങ്ങളെ ഉളവാക്കുക. അതിന് പിള്ളേരിട്ടതാ അണ്ടകടാകം തങ്കച്ചൻ. മുക്കൂട്ടുതറയ്ക്ക് അപ്പുറം ഉണ്ടായിരുന്നു വേറൊരു അച്ചായന്, പുള്ളിയുടെ പേര് അഖിലാണ്ടം ബേബി. അഖിലാണ്ടം ബേബി, കാരണം പുള്ളി എപ്പോൾ തുടങ്ങി അഖിലോണ്ടം കിട്ട, അതാ അഖിലാണ്ടം ബേബി. അവന് ഏതൊക്കെ ടൈപ്പാണെന്നറിയാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, മനസ്സലിവുള്ള ദൈവം, അല്ലേ? അങ്ങനല്ലേ? ആ നമ്മുടെ പാട്ട് മത്സരം, ഭക്തവത്സരച്ചാൻ്റെ മനസ്സലിവിൻ മഹാദൈവമേ, ഇവിടെ പാടാൻ കരുണാനിധേ മനസ്സലിവിൽ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങളാർത്തി എത്ര നാളായി ചുണങ്ങ് കാത്തിരിപ്പോ ഈ ലോകം കാണാത്ത ശക്തി ശക്തിയയക്കണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്ത ശക്തിയയക്കണമേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. അപ്പൊ നമ്മള് പഠിക്കുന്നതും അറിയുന്നതും പറയുന്നതും മനസ്സലിവുള്ള ദൈവം, കരുണയുള്ള ദൈവം, അനുകമ്പയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, അല്ല ചതഞ്ഞ ഓടിക്കാത്ത ദൈവം, നല്ല ദൈവം, അങ്ങനെയുള്ള നല്ല ദൈവം, സ്നേഹമുള്ള ദൈവം. പിന്നെ എന്തിനാ ഇവരെ കറക്കിയത്? മനിയമ്മോ എന്തിനാ കറക്കിയത്? അതമാമോ എന്തിനാ കറക്കിയത്? ദൈവത്തിന് മഹത്വം. അച്ചായൻ പറഞ്ഞാണ് അയാൾ പ്രസംഗത്തിനടുത്ത് മിണ്ടരുത്, അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല. അയാൾ അവിടെ നിന്ന് ക്ലാസ് എടുത്താരി, എനിക്കറിയാം അച്ചാനത് പറയും. എടീ നീ ഒന്നാമതെ മുന്നിൽ പോയിരിക്കരുത്, ചെറുതായിട്ടൊക്കെ പിന്നെ നല്ല അച്ചായനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവരെ കറക്കിയത് എന്തിനാ കറക്കിയത്? ഒരു വാക്യം വായിച്ച് വചനത്തിൽ കൂടെ തരാം. കറക്കാൻ കാര്യം ആവർത്തന പുസ്തകം 8:2. പെട്ടെന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് എന്റെ ഭാഷ പറഞ്ഞ അതിനാ നിന്നെ കറക്കിയത്. എളുപ്പ വഴിയുണ്ട് വിട്ടില്ല, വണ്ടി പോകുന്ന വഴിയുണ്ട് വിട്ടില്ല, പെട്ടെന്ന് വിടുതൽ കൊടുത്തില്ല, പെട്ടെന്ന് കനാനിൽ എത്തിച്ചില്ല. ഇവരെ ദൈവം തമ്പുരാൻ ഇട്ട് കറക്കി 40 കൊല്ലം. എത്രയാ? ഒരു വാക്യം വായിച്ചാൽ 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. പെട്ടെന്ന് ഞാൻ വന്ന റൂട്ടിൽ കൊണ്ട് ഇച്ചിരി വ്യത്യാസപ്പെടുക, എന്നാലും വചനം പ്രകാശിക്കുന്നല്ലോ. 95-ന്റെ 10, അത് 26. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഓ 95-ന്റെ 10. 40 ആണ്ട്
എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ട്. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തതും പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വത്വതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. 40 കൊല്ലം. എത്ര കൃത്യമായിട്ടാണ്! 40 കൊല്ലം എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന, ഇവര് തെറ്റിപ്പോകുന്ന, ഈ സങ്കീർത്തനക്കാരൻ കൊടുത്തിരിക്കുന്നത് ശൗമേൽ സാറേ തെറ്റിപ്പോകുന്ന ഹൃദയമെന്നാണ്. പക്ഷെ ഈ വാക്യം പൗലോസ് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ അടിച്ചേക്കുന്നത് എപ്പോഴും തെറ്റിപ്പോവുക. വല്ലപ്പോഴും വായിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 പെട്ടെന്ന് വായിര്. എബ്രായർ 3:10. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന, മതി മതി മതി. സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. പക്ഷേ അത് പുതിയ നിയമത്തിലേക്ക് പൗലോസ് എടുത്തു പറയാ, എപ്പോഴും തെറ്റുക. ഞായറാഴ്ച വന്ന് ശരിയാകും, പിന്നെ തിങ്കൾ മുതൽ തെറ്റും, പിന്നെ ഞായറാഴ്ച വന്ന് കർത്താവിയെ ഒഴിഞ്ഞവളായിട്ട് രൂത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ ആണെന്നല്ലോ. പിന്നെ ഞായറാഴ്ച ഒരു 12:30 ആകുമ്പോൾ ദൈവം അങ്ങ് നിറയ്ക്കും. പിന്നെ തിങ്കളാഴ്ച 3 മണിയാകുമ്പോൾ 28 കെട്ടിനും മാമോദിസായ്ക്കും ആണ്ടിയാത്തത്തിനും എല്ലാം പോയി. പിന്നെ എല്ലാം അങ്ങ് പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ ചിലത് നനഞ്ഞ ഓടി വന്നിരിക്കുന്നത് പോലെ ഒരു വശന്റെ പൊട്ടിയ തമ്പറിട്ട് പാസ്റ്റ് കിടന്ന് അടിക്കുക, തീ കത്തിക്കുക. എന്നിൽ ഇതങ്ങനെ കത്താനാ? എപ്പോഴും തെറ്റിപ്പോവുക. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവര് ഈ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയണം. അതുകൊണ്ടാ കറക്കിയത്. ഒന്നുകൂടെ വായിച്ചോ, ആവർത്തന പുസ്തകം 8:2. ഒന്നുകൂടെ വായിച്ചോ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്. ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിക്കുമോ എന്ന് അറിയണം. നീ രക്ഷിക്കപ്പെടുമോ? ഇന്ന് രാത്രി നല്ല അവസരമാ. യേശു രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ഇത് സൗജന്യമാ. നീ ഇന്നത് രക്ഷ നിർണയം പ്രാപിക്കുമോ? ദൈവത്തിന് അറിയണം. 5 പൈസ കൊടുക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. കൽപ്പന നീ അനുസരിക്കുമോ? ദൈവത്തിന് അറിയണം. മാത്രമാണോ സ്നാനപ്പെടുമോ? അതും അറിയണം. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനും ആളെ കൂട്ടാനുമല്ല, ദൈവത്തിന്റെ കൽപ്പനയാ. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ. ഇത് കൽപ്പന പ്രമാണിക്കുമല്ലോ എന്ന് അറിയണം. ദൈവത്തിന് മഹത്വം. കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. ദൈവത്തിന് മഹത്വം. 40 കൊല്ലം നടത്തി. ആ 40 കൊല്ലം നടത്തിയതിൽ 38 കൊല്ലം കൊണ്ടും ഒരുമാതിരിപ്പെട്ടതെല്ലാം വേറെ പുസ്തകത്തിന്റെ ഭാഷയാ പിണങ്ങരുത്, മുടിഞ്ഞു പോയി. 40 കൊല്ലം നടത്തി, അതിൽ 38 കൊല്ലം കൊണ്ട് ഇറങ്ങി തിരിച്ചതിൽ പുസ്തകത്തിൽ അങ്ങനെ മുടിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു മുടിഞ്ഞു പോയെന്ന് ഒരു വാക്യം വായിച്ചു. ആവർത്തനം 2:13-14 വചനത്തിൽ നാകുമ്പോൾ പിന്നെ ഉടക്ക് വരികയല്ലോ. മേളിൽ ആവർത്തനം 2:13-14. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദ് തോട് കടപ്പിനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദ് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദ് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായി. അടുത്ത പദം. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. ഞാൻ പറഞ്ഞ മുടിഞ്ഞെന്നാ എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ ഉണ്ട് മുടിഞ്ഞെന്ന് വായിച്ചേ. അവർ മുടിഞ്ഞു തീരും വരെ മതി, ഒത്തിരി ഇനി വായിക്കാൻ. മുടിഞ്ഞെന്നാ എഴുതിയേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുടിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? അല്ല. പിന്നെ എന്താ നീ മുടിയാൻ കാരണം? നീ പ്രമാണത്തിൽ നിൽക്കുന്നില്ല. മുടിക്കാനല്ലല്ലോ ദൈവം നമ്മളെ വിളിച്ചേ, ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരാൻ. അതിനായി എന്നെ നിങ്ങളെ ദൈവം വിളിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ യാത്രയും മുടിയുന്നത്? മുടിയാനൊത്തിരി കാര്യമുണ്ട്. കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വാക്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് വരുന്നത് കൊണ്ട് അങ്ങ് വായിപ്പിക്കുക.
എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്തത്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് ദൈവം തന്നെ തള്ളിയിട്ടതാ, അല്ല കാല് തെറ്റി വീണമൊന്നും അല്ല. പക്ഷെ ഇന്നലെ കാലൊന്നും മടിഞ്ഞാലടെ ദൈവം തള്ളിയതാ, ദൈവം തള്ളിയിട്ടെന്ന്. സ്തോത്രം. ഇവരെ മരുഭൂമിയിൽ ദൈവം. അപ്പൊ ഇതിന് മുടിയാൻ കാരണം, അല്ലെ തെള്ളിയിടാൻ കാരണം, ഞാൻ വേദപുസ്തകം ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ അതിന് 33 കൂട്ടം കാര്യമാണ്. 30. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നേരം പോയ നേരത്ത് താനിതെല്ലാം കൂടെ പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ ഇവിടുന്ന് എല്ലാം എടുക്കുന്നില്ല. ഒരു കാര്യം 33 ഒരു കാര്യം പറയാം, അതേ ഒക്കെയുള്ളൂ. നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പറയണം. 33 കൂട്ടം കാര്യമാണ് മുടിയാൻ. അതിലൊരു കാര്യം പറയാം. 106 സങ്കീർത്തനം 24 വായിച്ച് മുടിയാനുള്ളതിൻ്റെ ഒരു കാരണം. ദൈവം തന്റെ ജനത്തെ 106:24 മോനിയമ്മോ, അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ഇന്നലെ പുറകിരുന്നപ്പോൾ നല്ല കൃത്യമായിട്ടാണ്, മുന്നിൽ വന്നപ്പോൾ പേടിച്ചിട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരു കുഴപ്പവും വരികയില്ല, ധൈര്യത്തോടെ വായി. ഒന്നുകൂടെ വായിച്ചാൽ 106. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അതാ മുടിയാൻ ഒരു കാരണം. നിന്നെ എന്നെയും വിളിച്ചിറക്കിയത് ആ നല്ല ദേശത്ത് പോകാനാ. പക്ഷെ ഇപ്പം ഇവർക്ക് ഈ ദേശത്തോട് വലിയ താല്പര്യം. പാലും തേനും ഒഴുകും നാട്, മാലിന്യമില്ല തെല്ലും ഭാഗ്യ നാട്. പാലും തേനും ഒഴുകും നാട്, മാലിന്യമില്ല തെല്ലും ഭാഗ്യ നാട്. ലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും നാട്, മാലിന്യമില്ലാതെല്ലും പാലും തേനും ഒഴുകും മാലിന്യമില്ല നല്ല ഭാഗ്യനാട്. ലോകം വിട്ട മരുവാസിയ പരദേശിക്ക് സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുതിയെന്നൊരു നാടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം ഇവരെ വിളിച്ചിറക്കിയത്. മനോഹര ദേശം. അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചോ. 106:24. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ഈ ദേശം മനോഹര ദേശമാണ്. പുറപ്പാട് പുസ്തകം ദേശത്തിന്റെ വിശേഷത. പുറപ്പാട് പുസ്തകം 3:7. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. 13:6 സങ്കീർത്തനം പെട്ടെന്ന് വായിച്ചു. സങ്കീർത്തനം 13:6 പെട്ടെന്ന്.
യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ട്. അപ്പൊ ഈ ദേശത്തെ കുറിച്ച് കൊടുത്തിരിക്കുക ഈ നന്മയുള്ള ദേശമാണ്. ഇനി ദേശത്തിന്റെ വേറൊരു വിശേഷത, ആവർത്തന പുസ്തകം 8:7. എല്ലാ വാക്യവും എടുക്കുന്നില്ല, ഇതുകൂടെ വായിച്ച ഭാഗം വിടാം. അറിവുള്ള വാക്യമാ. നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അടുത്തത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവവും, മുന്തിരി, അത്തി, മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ അടുത്ത വാക്യം, ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ കേൾക്കണേ. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ, ഇനി പ്രാപിക്കുമ്പോൾ അതല്ല, പ്രാപിച്ചല്ലോ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഈ ദേശത്തിന്റെ വിശേഷത എന്തെല്ലാം ഫലമൂലാദികളുള്ളതാ. എത്ര കൂട്ടം സാധനമുണ്ട് മോനിയമ്മ? വായിച്ചൊന്നല്ലാതെ എണ്ണിയില്ലായിരിക്കും. 7 വായിച്ചേ. കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം. 7 ആയുള്ളൂ. 7 നല്ലതല്ല. 7 ഒരു നല്ല കണക്കായില്ലയോ? മിസ്രയീം ദേശത്ത് ഇവരെ ദൈവം പുറപ്പെടുവിച്ചത് കനാനിലോട്ടാ. കനാനിൽ എടുത്തു പറയാ 7 കൂട്ടം സാധനം: കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. എന്നാൽ മിസ്രയീമിൽ 6. വായിച്ചേ. സംഖ്യാപുസ്തകം 11:4. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള എണ്ണിക്കോണം വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം. മത്സ്യം. പിന്നെ വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. അത്രേ ഉള്ളൂ. ശ്വാസം പിടിക്കുമൊന്നും വേണ്ട. ഉള്ളി തന്നെ 3 ടൈപ്പാണ്: കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും. അവിടെ കിടന്ന് ഉള്ളി നിന്ന് ഊപ്പാട് വന്നായി വന്ന് പരുവക്കേടിയിരിക്കുന്നു. പിന്നെ ഉള്ളിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച വെളുത്തുള്ളിയായിട്ടാണ് പുള്ളി വന്നത്. ഈ ആഴ്ച വന്നത് കൊച്ചുള്ളിയായിട്ട്. അടുത്ത ആഴ്ച സവോളയായിട്ടൊരുത്തൻ. ഉള്ളി നിന്ന് തന്നെ നാറ്റമാണെന്നറിയാം വായിക്ക് തന്നെ. മിസ്രയീമിൽ കൂടുതൽ ഉള്ളിയാ. എന്നാൽ കനാനിലെ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചേ. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ്, തേൻ. 7. അതെല്ലാം ഒന്നുകൊന്നുക്ക്. കോതമ്പ്, നല്ല കോതമ്പ് കനാനിലുണ്ട്. നമുക്ക് കിട്ടുന്നതെല്ലാം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി പറിച്ച് കീറിയിട്ട് വെച്ച് കുറച്ച് ഏറെ ഗ്രേവി ഒഴിച്ച് വെച്ച് നമ്മൾ പിന്നെ വർത്താനം പറയാം. വേച്ചാൽ എന്നെ ഉണ്ട് വേച്ച, അത് കുതിരാൻ വേണ്ടിയാണ്. ഞാനത് 2 മിനിറ്റ് എടുക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കും അത് വരുവാകുന്നുണ്ടോയെന്ന്. അല്ലാതെ ഒന്ന് ചപ്പാത്തി ഒന്നും ഏക്കുകയല്ലെന്ന്. ഇപ്പോഴെന്നാൽ ചില യോഗമൊക്കെ കഴിയുമ്പോൾ ചില സഹോദരിമാർ പക്ഷേ ചപ്പാത്തി ഉണ്ട്. ഞാൻ ചോദിക്കും, വീട്ടിലുണ്ടാക്കിയതാണെന്നോ അല്ല കടയിൽ നിന്ന്? പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ മേലത് മിക്കതിനും. എല്ലാത്തിനും തീനവും തണ്ണവും. ഇത് കുഴയ്ക്കണം, പിന്നെ പരത്തണം. അല്ല, അങ്ങനെ കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ കൈ പൊക്കിയച്ചതാക്കരുതെന്ന് കാണണം. അത് മാമ ചെയ്യുമെന്ന് എനിക്കറിയാം. അതെനിക്ക് തന്നിട്ടുള്ളത്. അവിടെ ചെന്ന് ചപ്പാത്തി നല്ല, അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. മാമ അമേരിക്കയിലാണെങ്കിലും നല്ല ചിട്ടയിലാ പോകുന്ന കാര്യം. എവിടെ പോകും? ചെല്ലു മോനെ. എന്താ പറ്റി? വയ്യ മോളെ? പിടിക്കുക, അതിനെ പിടിക്കുക. അതിവിടെ ഇരുന്നാൽ മതിയായിരുന്നു. സഹോദരന്മാരൊന്നും. യേശുസന്നിധി എനിക്കെത്രയാശ്വാസം, എൻ്റെ യേശുസന്നിധി എനിക്കെത്രയാശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം കൈയടിച്ചിടും. ക്ലേശമെല്ലാം മാറ്റിടും, കൈയടിച്ചു പാടും. നല്ലവൻ ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ
അനുദിനവും പാടി വാഴ്ത്തുക. എന്റെ സുസന്നിധി എനിക്കെത്രയാശ്വാസം, എന്റെ സുസന്നിധി എനിക്കെത്രയാശ്വാസം. ഓ ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ഓ വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്ക. ദിനം 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 നീ വാഴ്ത്തുക. ഓ യേശുവിൽ പൈതലേ നീ കൈയടിച്ച് ചേർന്ന് അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൽ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എന്റെ യേശുമാർവതിൽ, ഞാൻ നിത്യം ചാരിടും എന്റെ യേശുമാർവതിൽ. ഓ നല്ലവൻ വല്ലവൻ എന്റെ യേശു എത്ര നല്ലവൻ, ഓ നല്ലവൻ വല്ലവൻ എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്റെ യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൽ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഓ യേശുവിൽ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ, പാപം വഹിച്ചവൻ. കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ, കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ. രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ഓ ദിനം 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 നീ വാഴ്ത്തുക. ഓ യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്താം. ചിന്താഭാരം വരരുത്. ചെറിയ തലചുറ്റൽ വന്നതിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി നടന്ന് ആ വീട്ടിലിരിപ്പോണ്ട് യോഗം കഴിഞ്ഞ് പോയി കണ്ട് പ്രാർത്ഥിച്ചേ പോകാവൂ, ഇങ്ങനെ ഇരിക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് 40 കൊല്ലമാണ് ദൈവം നടത്തിയത്. ഈ വീഴാൻ കാരണം, തകരാൻ കാരണം, മുടിഞ്ഞു പോകാൻ കാര്യം മനോഹര ദേശത്തെ നിരസിച്ചു. ഈ ദേശത്തിന്റെ വിശേഷത കോലമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. ഇതെല്ലാം നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. തൊട്ട് തൊട്ട് പോവുക. കോലമ്പ്, നല്ല കോലമ്പ് കനാലിലുണ്ട്. അത് നല്ല കോലമ്പ്. കഴിച്ചാൽ കഴിക്കുന്നവനെ കണ്ടാൽ അറിയാം. അവൻ യോഗത്തിന് വന്നാലും അറിയാം. ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കണ്ട. നമ്മൾ ചോദിക്കുന്ന ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പുറകിലുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലെ ഞാൻ ഇടയ്ക്കായിരുന്നു. അമ്മാമി ഉണ്ടായിരുന്നു, ഞാൻ ആ സൈഡിൽ ഇരുന്ന് മയങ്ങുന്നുണ്ടായിരുന്നു. പാസ്റ്റർ എടാ, ഇത് ശരിക്ക് കഴിച്ചവനോടൊന്നും ഇത് ചോദിക്കണ്ട. അവൻ സൈഡിൽ ഇരുന്നാലും പുറകിലിരുന്നാലും ഇടയ്ക്കിരുന്നാലും അവൻ്റെ കല്ലേലിയ കേൾക്കുമ്പോൾ അറിയാം, അവൻ്റെ സ്തോത്രത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, അവൻ്റെ കയ്യടി പാട്ടുമൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇവൻ കഴിക്കുന്നത് അവൻ നല്ല ഗോതമ്പാണ്. പ്രൈസ് തല്ലോ. ഗോതമ്പ്, യവവും നല്ലതാ. 5 അപ്പവും യവത്തപ്പവാ. അതാ തൃക്കരങ്ങളിലോട്ട് കൊടുത്തു. അത് അവിടെ നിന്ന് എടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി. കഴിച്ചവൻ്റെ അല്ല ഊപ്പാട് വന്നു. വിളമ്പി അവരുടെ ഇടപാടും ബാക്കിയും വന്നു. 5 അപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തി ഏകിയൊരു 5000 സംതൃപ്തി ഏകിയൊരു യേശു നായക, വാഴ്ക ജീവദായക, നിരന്തരം യേശു നായക. അത് നേരമില്ലല്ലോ. അപ്പോൾ കോലമ്പ്, നല്ല കോലമ്പ്, യവം സകലരെയും പോഷിപ്പിക്കുന്നതാണ്. പിന്നെ മുന്തിരി, മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. അങ്ങനെയൊക്കെയാ മുന്തിരിയാട. ഇത് കഴിക്കേണ്ടത് പോലൊക്കെ കഴിച്ചോ, നല്ല ശക്തിയാണ്. നിങ്ങൾക്ക് വചനമൊക്കെ അറിയാമല്ലോ, നന്നായിട്ട് അറിയാമല്ലോ. നല്ലതുപോലെ അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം.
ദാവീദ് ഫെലിസ്ത്യരുമായൊക്കെ യുദ്ധം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അമാലേക്കർ കയറി പട്ടണം തീയിട്ട് ചൂട്ട് ഭാര്യമാരെയും പിള്ളേരെയും പിടിച്ചുകൊണ്ട് പോയി. ദാവീദ് കരഞ്ഞു. ജനമെല്ലാം കൂടെ ദാവീദിനെ കല്ലെറിഞ്ഞു. ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദൈവത്തെ ധൈര്യപ്പെട്ടു. അപ്പോൾ ദാവീദ് ഉടനെ അബിയാഥാർ പുരോഹിതനെ വിളിച്ചേച്ച് പറഞ്ഞു, ഏബോധ് കൊണ്ടുവരാൻ. ഏബോധ് കൊടുത്തിട്ട് എടുത്ത് ആലോചന ചോദിച്ചു. അപ്പം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പരീക്ഷയുടെ പുറകെ പോകണോ? തമ്പുരാൻ പറഞ്ഞ് പൊക്കോ, ഞാൻ കൂടെ ഉണ്ട്. അങ്ങനെ ദാവീദ് ഒരു 600 പേരെ കൂട്ടിക്കൊണ്ട് പോയി. 600 പേരുമായിട്ട് അങ്ങോട്ട് പോയി. ഈ ബെസോർ തോട്ടി വന്നപ്പം 200 പേർക്ക് തോട് കിടക്കാൻ മേല. 200 പേർക്ക് തോട് ചാടാൻ മേല. ഒരു പഴയ വീരകഥയൊക്കെ പറയും, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ചെങ്കടലിൽ കടന്നത്. ജീസസ്. ഞങ്ങൾ 5ാം തലമുറയാണ്. അപ്പച്ചൻ പറഞ്ഞു കേട്ടുണ്ട് ചെങ്കടൽ. ഓ, റെഡ് സീ. ചുമ്മാ വീരത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് മറ്റവൻ, എൻ്റെ ഫാദറും അത്ര മോശമല്ല, പുള്ളി യോർദാൻ. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർമാർ പെട്ടവും ചുമന്ന പാസ്റ്റർമാർ അന്നാലും വെള്ളത്തിൻ്റെ ഒഴുക്ക് എൻ്റെ അപ്പച്ചൻ കണ്ടതാണ്. എടാ, നിനക്കിപ്പോൾ തോട് ചാടാവോ? നീ അപ്പച്ചൻ്റെയും വല്യപ്പച്ചൻ്റെയും പുരാണ കഥ, അത് തെറ്റാനൊന്നും പറയുന്നില്ല, ഇതെല്ലാം പറഞ്ഞിരിക്കുക. അപ്പച്ചൻ ചെങ്കടലിൽ കടന്നതിൻ്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. നീ ഒരു കൈത്തോട് പോലും ചാടുന്നില്ല. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടോ? ബെസോർ തോട് കിടക്കാൻ മേലെന്ന്. ബെസോർ തോട് കിടക്കാൻ മേലെ 200 പേരങ്ങ് ക്ഷീണിച്ചു. ഞാൻ പറയുന്ന വചനത്തിൽ നിന്ന് വായിച്ച് ഓനിമോ ഈ മൈക്ക് അങ്ങോട്ടൊന്ന് കൊടുത്ത് ഇച്ചിരി നേരത്തേക്ക് വേണ്ടേ? എന്നാ ഓനിയമ്മ മൈക്കിൽ കൂടെ വായി. ശൗമേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിന്റെ എത്രയാ? 11 10 9 വായിച്ചോ, പെട്ടെന്ന് വായിരും. 30-9. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് 200 പേര് പറഞ്ഞു ഞങ്ങൾക്ക് തോട് ചാടാൻ വയ്യെന്ന്. 400 പേരുമായിട്ട് പോയി. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെ ഇവര് 400 പേരുമായിട്ട് മുമ്പോട്ട് ചെന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ വയലിൽ കിടക്കുന്നു. അവൻ ക്ഷീണിച്ച് രോഗിയാ, ക്ഷീണിച്ച് വയലിൽ കിടക്കുക. അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ദാവീദ് അവനോട് അഡ്രസ് ചോദിച്ചു. നീ ആരാ? ഇവിടുത്തുകാരനാ? ആ 30-13 വായിച്ചേ. 30-13. ദാവീദ് അവനോട്, നീ അസംബ്ലി കോഡാണോ, IPC ആണോ, ചർച്ച് കോഡാണോ, ഷാരോനാണോ, TPM ആണോ, കല്ലുമലയാണോ, പെന്തക്കോസ്ത് ചർച്ച് കോഡാണോ? അതൊക്കെ ചോദിക്കണ്ടേ? നീ ആരുടെ ആൾ? ഓർഡിനേഷൻ ഉണ്ടോ? ഇപ്പൊ അതൊക്കെയാ ചോദിക്കുന്നത്. ഡോക്ടറേറ്റ് ഉണ്ടോ? നാളൊരു ഡോക്ടർ സ്നാനപ്പെടുത്തുക, മുക്കി പിടിച്ചോണ്ടിരിക്കുക, ഡോക്ടറേറ്റാ. വേറൊരു ഡോക്ടർ അപ്പം എടുത്ത് മുറുക്കി വെച്ച് പറഞ്ഞു ഇനി എന്നാ ചെയ്യണമെന്ന്. ഡോക്ടറേറ്റ് ഇല്ലാത്തൊരു പിള്ളേ പറഞ്ഞത് തന്നെ തിന്നോളാൻ പറഞ്ഞു. പോട്ടെ. നീ ആരുടെ ആൾ? അടുത്തത് ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമാലിയക്കന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതിനകത്തൊരു പാഠമുണ്ട് കേട്ടോ, അറിയാമല്ലോ. ഒന്നുകൂടെ പറയാ. ഇവന്റെ ആയുസ് മുഴുവൻ അമാലിയക്കനെ സേവിച്ചവനാ. നല്ല ആരോഗ്യം ഓജസ്സും ഒക്കെ അമാലിയക്കന് വേണ്ടി ചെലവാക്കി. പക്ഷേ ഇവന് ദീനം വന്നപ്പോൾ ഇവന്റെ യജമാനനാകാൻ അമാലിയക്കൻ ഇവനെ വഴിയിലിട്ടേച്ച് പോയി. ലോകത്തിന്റെ പുറകെ പോയാൽ, ലോകമോഹത്തിന്റെ പുറകെ പോയാൽ, ലോക ഇമ്പങ്ങളുടെ പുറകെ പോയാൽ, ലോകത്തിന് വേണ്ടി നീ വർക്ക് ചെയ്താൽ അവർക്ക് ആരോഗ്യം ജയ് വിളിക്കാൻ, ഇൻകിലാവ് വിളിക്കാൻ, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാൻ കരുത്തും ആരോഗ്യം ഉള്ളപ്പോൾ നിന്നെ മതി. ഇതൊക്കെ കുടയുമ്പോഴേ അടിയുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ അതിന് നിന്നെ മതിയെന്ന് നിന്നെ കരുവാക്കും. നിനക്കൊരു രോഗമോ ക്ഷീണമോ വരാതിരിക്കട്ടെ. അഥവാ ഒരു രോഗമോ ക്ഷീണമോ വന്നാൽ ഒരുത്തരും കാണത്തില്ല. എന്നാൽ എൻ്റെ പ്രിയരെ, നിന്റെ ആയുസ്സിൽ യൗവനത്തിൽ യേശുവിനെ സേവിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ നിനക്ക് ദീനം വന്നാൽ വഴിയിലിടത്തില്ല. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി പിരിക്കും. നിനക്ക് പ്രായം വന്നാൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നരയ്ക്കുമ്പോഴും ചുമക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുവിന്റെ വിശേഷത.
അതുകൊണ്ട് ഉശിര് ആരോഗ്യവും ബലമുള്ളപ്പോൾ കർത്താവിനെ സേവിച്ചോണം. പ്രൈസ് ദ ലോർഡ്. ഇവന്റെ യജമാനൻ ഇവനെ വഴിയിലിട്ട് വെച്ച് പോയി. രോഗിയാ, ആരുമില്ല, വഴി കിടക്കുക, അനാഥന, മാത്രമല്ല പ്രാണം പോകാറായി. ഇവനെ എടുത്തുകൊണ്ട് ദാവീദിന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി നല്ല ദാവീദാകുന്ന യേശു കൂടെ വന്നിട്ടുണ്ട്. നീ രോഗിയായിരിക്കാം, ആയിക്കോട്ടെ. നീ ക്ഷീണമുള്ള വ്യക്തിയായിരിക്കും, ആയിക്കോട്ടെ. നീ അനാഥനായിട്ട് വഴി കിടക്കുക, ആയിക്കോട്ടെ. നിനക്ക് ആരോരുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. നീ മരണത്തോട് മല്ലടിച്ച് കിടക്കുക, ആകട്ടെ. പക്ഷെ ഇന്ന് രാത്രി നല്ല ദാവീദാകുന്ന യേശുവിന്റെ അടുക്ക വാ. ഹല്ലേലൂയ. നല്ല ദാവീദാകുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. 2 or 3 പേർ ഇവിടെ കൂടിയാൽ, അവിടുത്തെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞ നാസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകൊച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടുന്ന സദൃശമുള്ളവനായി, 7 നക്ഷത്രം വലകിൽ പിടിച്ച് പൊന്നിലവിളക്കുന്ന നടുവിൽ നടകൊള്ളുന്ന നിലയങ്കി ധരിച്ച് നടകൊള്ളുന്ന നാസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നീ അനാഥനായിരിക്കാം, വഴിയിൽ കിടക്കുകയായിരിക്കാം, ആരും നിനക്ക് സഹായത്തിനില്ല, നീ രോഗിയാണ്, നീ മരണത്തോട് മല്ലടിക്കുക. പക്ഷെ ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. അവനെ ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നപ്പോ ഇനി 11 വാക്യം വായിച്ചേ. ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ എന്റെ മോനിയമ്മയെ 30:11 അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ അവനെ പൊക്കി എടുത്തു കൊണ്ടുവന്നു. കാരണം പരുവക്കേട്. അടുത്തത് ഞാൻ നമ്മള് ഈ കനാനിലെ കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, അതിന്റെ ഗുണമായി പറഞ്ഞു വരുന്നത്. അവനെ പൊക്കി എടുത്ത് ദാവീദിന്റെ അടുക്കൽ. ഇവന്റെ പരുവക്കേട് നോക്കണം. അനാഥൻ, ആരുമില്ല, വഴി കിടക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടു, രോഗി, മരണത്തോടടിക്കുക. ഇവനെ പൊക്കി എടുത്ത് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് ആദ്യം ഇവന് അപ്പം കൊടുത്തു. അപ്പം കൊടുത്തു. അത് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നതാ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാ. എനിക്ക് പാടാൻ വയ്യ, മണം വായിപ്പിച്ച് പാടുമല്ലോ. CSI പാടുന്നൊരു പാട്ടുണ്ട്, പയ്യ പാടാൻ. എന്നാലും സ്വർഗേ ആപ്പം, സ്വർഗേ ആപ്പം, എനിക്കും തരണമേ. സ്വർഗേ ആപ്പം, സ്വർഗേ ആപ്പം, എനിക്കും തരണമേ. നിത്യ പാറ നീട്ടു ജീവ നീർനീ കൂടി ബലവാനെ ബലവാനെ രക്ഷ നീ ആകണമേ. ബലവാനെ ബലവാനെ രക്ഷ നീ ആകണമേ. സ്വർഗേ ആപ്പം, സ്വർഗേ
അപ്പൊ ഇത് ജീവന്റെ അപ്പമാണ്. ഇവനെ ഈ ക്ഷീണിതനായ ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്കൊണ്ടുമ്പോ ആദ്യം അവൻ അപ്പം കൊടുത്തു. പിന്നെ അവൻ തിന്നു, അവനത് തിന്നു. അവന് കുടിപ്പാൻ വെള്ളം കൊടുത്തു. വെള്ളം, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുക. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവടുത്ത് പറയുന്നത് പോലെ ഈ ജീവജലത്തിന് നദി ഒഴുകും. വെള്ളം 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 കൊടുത്തു. അടുത്തത് വെള്ളം കൊടുത്തെന്നല്ലേ, വെള്ളം അടിച്ചെന്നല്ലോ. അല്ല മോനിയമ്മേ, വെള്ളം അടിച്ചെന്നാന്നോ? എന്നോടൊരു തമ്പി ഒരിക്കൽ പറഞ്ഞു, 2 അടിച്ചു വെച്ചാന്ന് ആരാധനയ്ക്ക് ഒരു എന്നോട് പറഞ്ഞതാ, സ്ഥലം പറയുന്നില്ല, പോട്ടെ, തമ്പി. അപ്പൊ ആദ്യം അപ്പം കൊടുത്തു, പിന്നെ വെള്ളം കൊടുത്തു. അടുത്തത് ഒരു കഷണം അത്തി. ഇതൊക്കെ ഇത് കനാനിലുള്ളതാന്ന്. ഒരു കഷണം അത്തിയാണ്. അത്തി തന്നെ രോഗശാന്തിയെ കാണിക്കുന്നത്. മരണത്തോട് മല്ലടിച്ചത് പ്രവാചകൻ എന്ന് പറഞ്ഞ് അത്ത് പോകുമെന്ന്. പുള്ളി ചേർത്തൊരു കരച്ചിലുമൊക്കെ കരഞ്ഞപ്പം കാര്യത്തിന് പരിഹാരമായി അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരിവേലങ്ങ് ഇട്ടു, സൗഖ്യമായാലും. അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. ഇതിനകത്ത് രോഗശാന്തി ഉണ്ട് കേട്ടോ. പുതിയ തിയോളജിയന്മാർ പറഞ്ഞ് ഇതെല്ലാം നിന്നെന്ന് അവന് ഭ്രാന്താ. എടാ, ഇന്നും പ്രവചനമുണ്ട്, ഇന്നും രോഗശാന്തിയുണ്ട്, ഇന്നും അന്യഭാഷയുണ്ട്, ഇന്നും വ്യാഖ്യാനമുണ്ട്, ഇന്നും മാമന്റെ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളുമുണ്ട്. ഇല്ലെന്ന് പറയുന്നതോട് ഞാൻ തർക്കിക്കാനൊന്നും വരുന്നില്ല. നിനക്ക് വേണ്ടേ പോ. പണ്ട് മല്ലപ്പള്ളി വിളിക്കുഞ്ഞു പറഞ്ഞില്ല, പോയത് പോട്ടെ, പോരടി ബാപ്പി എന്ന് പറഞ്ഞ പോലെ. ഇതൊന്നും നിന്നിട്ടില്ല. നിന്നോ? എന്നെ പിന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഉള്ളതാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ അത്തി രോഗശാന്തി. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലൊന്ന് സമർപ്പിക്ക്, സകല രോഗത്തെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമെന്ന് വിരിക്കുക. ഇന്ന് രാത്രി മാറാ രോഗങ്ങൾ, തീരാവ്യാധികൾ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ഞരമ്പിനകത്ത് അവനെ കുടിയിരിക്കുന്ന രോഗാത്മാവിനെ ഇന്ന് രാത്രി അടിച്ചു മാറ്റി രോഗപീഠങ്ങള് ഇന്ന് രാത്രി ഉരുക്കി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി രോഗശാന്തി വെളിപ്പെടട്ടെ. ശിരസ് മുതൽ പ്രാണം വരെ ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി പകരപ്പെടട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യമെന്ന് ഭരിക്കുന്നു. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കും. ഹല്ലേലൂയ. അപ്പൊ അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, പിന്നെ ഉണക്ക അവന് അത്തിയുടെ ഒന്നുകൂടെ വായിച്ചു. അവന് അപ്പം കൊടുത്തു, അവനത് അല്ലെന്ന് അതിന്റെ മേളിൽ അവന് അപ്പം കൊടുത്തു, അവനത് തിന്നു. പിന്നെ വെള്ളം കൊടുത്തു, അതും കുടിച്ചു. അടുത്തത് ഒരു കഷണം അത്തിയടാ. കാരണം ഇവൻ രോഗിയാന്നാ പറഞ്ഞത്. ഇവൻ രോഗിയാ, അതിനെ അത്തി കൊണ്ട് കൊടുത്തത്. എടാ, നിന്റെ ആവശ്യം അറിഞ്ഞു തരാൻ ഇവിടെ ഉണ്ടെന്ന്. ഉണ്ട് ഇവിടെ തന്നെ ഇല്ലാത്ത. കണ്ണിന് കൗതുകമായിട്ടൊന്നുമില്ലെങ്കിൽ ഇതിനകത്ത് അനുഭവിക്കുന്നവരുണ്ട്. സ്തോത്രം. നീ കടഭാരത്താൽ വന്നോ, നിന്റെ കടം തീർക്കാൻ ദൈവം വിശ്വസ്തനാ. നീ മനോവേദനയോടെ വന്നോ, ഇന്ന് രാത്രി നിന്റെ പരിഹാരം വരുത്താൻ യേശു വിശ്വസ്തനാ. സ്തോത്രം. ദെട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്നവനാ ദൈവം. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവനാ ദൈവം. ആ കർത്താവ് ഇന്ന് രാത്രിയോടെ വന്നിട്ടുണ്ടെന്ന്. പ്രതികൂലങ്ങളിൽ കൂടി പോകുന്ന നിന്നെ ആമൻ ദൈവം വിടുവിക്കുവാൻ വിശ്വസ്തനാ. ഏത് വിഷയമായിട്ട് ഭാരത്തോടിരിക്കുന്ന സഹോദരി, ഭാരത്തോടെ വന്ന പിതാവേ, മാതാവേ, കൊച്ചു സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തോടെ നീ ഭാരപ്പെടുന്നോ അതിന് പരിഹാരം വരുത്തുവാൻ, വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഞാൻ 9:30 പ്രസംഗം തീർത്തു. എത്രയായി? 9 എത്ര കൃത്യം പറയാം, സമയം കൃത്യം പറയാം. 9. അപ്പോൾ 9:30 ഇവിടെ ആശീർവാദം പറയും. എന്നാ വിഷയം വന്നാലും. സ്തോത്രം. അപ്പൊ അപ്പം കൊടുത്തു, അത് കഴിച്ചു. വെള്ളം കൊടുത്തു, കുടിച്ചു. കുടിക്കണേ, എല്ലാവരും കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കരുത്. അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. എല്ലാവരും കൈ അടിച്ചോ. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തിയടാ. പിന്നെ അടുത്തത് 2 ഉണക്കമുന്തിരിക്കുല. മതി, മുന്തിരി. സ്തോത്രം. ഉണക്കമുന്തിരിക്കുല. ഈ 4 കൂട്ടം സാധനം. അത് അപ്പം,
വെള്ളം ഈ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, 4 സാധനം വേണമെന്നല്ലേ സാറേ വൃത്തം ഉണ്ടാക്കാൻ. ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം, ഇങ്ങനെ അലങ്കാരങ്ങളെ തീർക്കാൻ 4 താനിക സാധനം. 4 സാധനമാണ് അലങ്കാരം ഉണ്ട്. അലങ്കാരമുണ്ടല്ലോ. ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം, ഇങ്ങനെ അലങ്കാരങ്ങളെ തീർക്കാൻ 4 താനിക സാധനം. ഇവിടെ 4 കാര്യങ്ങളാണ് കൊടുത്തത്. അപ്പം, വെള്ളം. ചിലയിടത്ത് ഇഷ്ടം പോലെ അപ്പം ഉണ്ട്, വെള്ളമില്ല. ഈ അപ്പം തിന്ന് അവസാനം തൊണ്ടയെ കെട്ടിയിരിക്കുക. ഒന്നും മനസ്സിലാകുന്നില്ല. ഇഷ്ടം പോലെ അപ്പമാ. അയ്യോ, അപ്പം വെതറുക. പട്ടയപ്പമുണ്ട്, കിണ്ണത്തപ്പമുണ്ട്, എല്ലാം ഉണ്ട്. പാലപ്പമുണ്ട്, വെള്ളയപ്പമുണ്ട്, ഇന്നാൾ പറഞ്ഞ കള്ളപ്പം. ഏത് ടൈപ്പ് അപ്പം അവിടെ ഉണ്ട്. പിന്നെ അതെല്ലാം കൊടുക്കാൻ നല്ല കഴിവുള്ളവരും ഉണ്ട്. പക്ഷെ വെള്ളമില്ല. ഈ അപ്പം തിന്നെല്ലാം തൊണ്ടായിരുന്നു. കൈയടിക്കുന്നില്ല, പാടുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, മിണ്ടാൻ മേല. ചിലടത്താണ് അപ്പമില്ല, വെള്ളമാ മുഴുവൻ ഇങ്ങനെ മഴയത്ത് കാറ് പോകും പോലെ. അവിടെ അപ്പമൊന്നുമില്ല. തുടക്കം മുതൽ തീരുന്ന വരെ നിന്നെയും കൊല്ലും, ഞാനും ഇന്ന് രാത്രി ഞാൻ കുത്തും. ഇത് രണ്ടും കുഴപ്പമാ. ഇതിന് ഓർഡറുണ്ട് കേട്ടോ. അപ്പമുണ്ട്, വചനം വേണം, നന്നായിട്ട് വചനം പറയണം. മാത്രമല്ല നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ചിലർ നന്നായിട്ട് വചനം പറയും, ആരാധനയ്ക്ക് ഇഷ്ടമല്ല. ഭയങ്കര വചനമാണ്. അയ്യോ, തിയോളജി എല്ലാം പഠിച്ച് അങ്ങേയറ്റം സർവജ്ഞ പീഠവും കയറി ശങ്കരാചാര്യ വരുന്നു എൻ്റെ മുന്നിൽ ഒന്നും അല്ലെന്ന്. വചനമെല്ലാം പഠിച്ചേ കണ്ടമാനം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ അടിക്കുകയല്ല, സ്വോത്രം പറയുക. ഇവൻ ഇങ്ങനെ വന്നിരിക്കുക. എന്നിട്ട് ഇവൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും തുള്ളണം, സ്തുതിച്ചാട്ടെ. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ അവൻ തുതിക്കത്തുമില്ല. അങ്ങനെയുള്ള ഒത്തിരി ഞാൻ ഞങ്ങളുടെ സഭയെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വ്യത്യാസം ചിലർ കാണിക്കുന്നുണ്ട്. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ സ്വോത്രം പറയാതെ, കൈയടിക്കാതെ, വാക്യം വായിക്കാതെ, യോജിക്കാതിരുന്നാൽ ഇവൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളും മിണ്ടരുതെന്ന് ഞാൻ വിശ്വാസിയോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ചിലർക്ക് അങ്ങനത്തെ വലിയ ദീനമുള്ളവന്മാരുണ്ട്. അവരെഴുന്നേൽക്കുമ്പോൾ എല്ലാവരും 66 കവിയെ പിടിച്ച പോലെ ഇങ്ങനെ. വേറൊരാൾ എഴുന്നേൽക്കുമ്പോഴോ അനങ്ങുകയല്ല. അത് വേണ്ട. എന്നിട്ട് ചോദിക്കാം, നിങ്ങൾ എന്നാ മിണ്ടാത്ത? സൗകര്യമില്ല മിണ്ടാൻ. നീ മിണ്ടുവോ? നിങ്ങൾ എന്നെ അനങ്ങാത്ത? നീ അനങ്ങുവോ? നിങ്ങൾ എന്നാ സ്വോത്രം പറയാത്ത? നീ സ്വോത്രം പറയുവോ? എടാ, വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. ദൈവത്തിന് മഹത്വം. ഞാനാണ് ഞങ്ങളുടെ സഭയിൽ ആര് വന്ന് പ്രസംഗിച്ചാലും ദൈവകൃപയെ പറഞ്ഞു ഞാൻ വാക്യമൊക്കെ വായിച്ചു കൊടുക്കും, ദൈവത്തെ സ്തുതിക്കും. ഇത് ദൈവത്തിന്റെ വചനമല്ല, പുള്ളിയുടെ വചനം. ഒരു സഭ എന്നെ വിളിച്ചു ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ ഞാനിരിക്കുക. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ആരും പ്രാർത്ഥിക്കാനില്ല, ഒരുത്തരുമില്ല. 10-60 പേരുണ്ട്, ഒരുത്തനും പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് പ്രാർത്ഥിച്ചെന്ന് രോഗം നടക്കണ്ടേ. അപ്പൊ അവർക്ക് ക്ഷീണം. ഉടനെ നടത്തിപ്പുകാരൻ പറഞ്ഞു, ഒരാളുകൂടെ പ്രാർത്ഥിക്കാൻ. ആരുമില്ല. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പിന്നെയും പറഞ്ഞിരുന്നേ, പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനും. ദൈവത്തെ ആരാധിക്കുന്നതൊന്നും ആരുടെയും മുഖം നോക്കിയൊന്നുമല്ല. നിന്റെ അടുത്ത ആരായിരിക്കുന്നത് അവനങ്ങനെ. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, നാശകരമായ കുടിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെയാ കയറ്റിയത്. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അരികിൽ. ഓ ഇരുളി ഞാൻ പാടുന്ന താളത്തിൽ വായിക്ക്. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ എന്നരികിൽ നിന്നതും. ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഓ
കരയുന്നതും കണ്ടു വീണ്ടും അൻപിതോ യേശു നായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ അൻപിതോ യേശു നായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ആടഭാഗം ഓടിച്ചു വിടുക. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, പിന്നെ അത്തിയട കൊണ്ട് കൊടുത്തു, മുന്തിരി, ഉണക്കമുന്തിരി കുല 2 എണ്ണം. ഒരു പദം പറയാ, ഈ 4 കൂട്ടം സാധനം ഇവന് കൊടുത്തപ്പോൾ അടുത്ത പറ ഉറക്ക വായിക്കും മോനിയമ്മേ. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. ഒരു ഉയിരോടെ വായിക്കും മോനിയമ്മേ. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. ഓ, ഈ 4 കൂട്ടം സാധനം കൊടുത്തു. അപ്പവും വെള്ളവും അത്തിയടയും ഉണക്കമുന്തിരിക്കൊലയും. ഈ 4 കൂട്ടം സാധനം അവൻ കഴിച്ചപ്പോ അവൻ അല്ല അതിനെ പോലെ ചളങ്ങിയിരിക്കുമെന്ന്. ഞാൻ ഇന്നലെ കൃപ കേട്ടോ, കൃപ. ഞാൻ ഇപ്പം ഒരു 12 ദിവസമായിട്ട് ഉപവാസമാണ്. 12 ദിവസം മുമ്പ് കഴിച്ചതാ, ഇതുവരെയും കഴിച്ചിട്ടില്ല. കൃപ എന്നെ കണ്ടാ പറയുമോ? നല്ല ജയിലായി. എല്ലാ ദിവസവും കൺവെൻഷനും യാത്രയും തൃശ്ശൂരും പാലക്കാടും ഒക്കെ പോവാ. നാളെ ഇനി മംഗലാപുരത്തിന് പോകും. നാളെ കഴിഞ്ഞു കണ്ണു പിടിച്ചു നോക്കുന്നു. അയ്യോ, ഇത് കൃപയാന്ന്. കൃപ. ഇന്ന് പകല് രാവിലെ സ്നാനം, അത് കഴിഞ്ഞ് സഭായം വന്ന് കുറച്ചു നേരം നടത്തി ലീഡ് ചെയ്ത് വെച്ച് പിന്നെ പാമ്പാടി പോയി ഒരു ശുശ്രൂഷ, അത് കഴിഞ്ഞ് വീണ്ടും സഭയെ വന്ന് ചെറുനേരം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിന് കൃപ. ശാന്തമാമോ എന്നെ കണ്ടാ പറയുമോ ക്ഷീണമല്ലോ? അല്ല, ജയലായി. ദൈവത്തിന് മഹത്വം. അല്ല, പുറമേയും പറയത്തില്ല, അകമേയും പറയുകയല്ല. ദൈവത്തിന് മഹത്വം. കൃപ. 12 ദിവസം മുമ്പാ കഴിച്ച. പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് കഴിച്ചപ്പോൾ അവന് ഉയിർ വീണെന്ന്. ദൈവത്തിന് മഹത്വം. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു ജീവിച്ചിടുവാൻ. ഓ, ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു ജീവിച്ചിടുവാൻ. ഓ, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. എന്റെ രക്ഷകൻ ഇഷ്ടമെല്ലാം ചെയ്തു. ഓ, വേലധികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. വേലധികയ്ക്കുന്ന എന്റെ ആഹാരം. എന്റെ ദൈവമേ, ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട എന്നിൽ പൂർണ്ണമാകണേ. ദൈവത്തെ മഹത്വപ്പെടുത്ത ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടുക. ഈ 4 കൂട്ട സാധനം, അപ്പം, വെള്ളവും, അത്തിയുടെ മുന്തിരി, ഉണക്കമുന്തിരി കൊല, ഇത് തിന്നപ്പോൾ അവന് ഉയിര് വീണു. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആ കനാനിൽ നിനക്ക് ഉയിരുണ്ടാക്കുന്നത്, നിനക്ക് സമൃദ്ധിയായ ജീവൻ തരുന്നത്, നിന്റെ രോഗപീഠകളെ ഉരുക്കി മാറ്റുന്നത്, നിന്റെ ക്ലേശങ്ങളെ തുടച്ചു മാറ്റുന്നത്, നിന്റെ കെടുമതികളെ അവൻ തീർത്തു തരുന്ന അവൻ വിശേഷപ്പെട്ട സാധനമാ കനാനിൽ. ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. അച്ഛാ പറയണേ, 9:30 ആകുമ്പോൾ പറയണേ. ഒരു 9:25 ആകുമ്പോൾ എന്നോട് പറയണം കേട്ടോ. പറയണേ, ഇല്ല നമ്മളെ 2 പേരെ ഇവരെടുത്ത് കളയ്ക്കും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സാധനങ്ങൾ ആ കനാനിൽ ഇങ്ങനെയുള്ള ഈ എന്തുവായി സമയം അച്ഛാ കൃത്യമായോ പറയണേ. കാണാൻ മേല എന്നാലും മടവി കൂടെ നോക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ 4 കൂട്ടം കൊടുത്തു. അപ്പൊ ഇത് കടിച്ചപ്പോൾ അവന് ഉയിര് വേണം. ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ഫലമൂലാദികളുള്ള സ്ഥലമാ കനാൻ. ആ കനാൻ ദേശം ഇവര് നിരസിച്ചു. അതാ വായിച്ചത് 106:24 മനോഹര ദേശത്തെ. വായിച്ചേ 106:24 പെട്ടെന്ന്. മൊത്തം വെട്ടും കുത്തുവാണ്. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവർ മനോഹര ദേശത്തെ
നിരസിച്ചു. ദൈവത്തിന് മഹത്വം. ക്ഷീണിക്കാൻ കാര്യം, വീഴാൻ കാര്യം, മുടിയാൻ കാര്യം ഒന്ന്. 33 കാര്യമായാലും ഒന്നേ പറഞ്ഞോളൂ, മനോഹര ദേശത്തെ നിരസിച്ചതിന്റെ ചരിത്രമാണ് സംഖ്യ 32. അതുകൂടെ വായിച്ച ഭാഗം പെട്ടെന്ന് വിടാം. സംഖ്യ 32 പെട്ടെന്ന് വായിരു. എന്നാൽ രൂപേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശമെന്ന് കണ്ടിട്ട് വായിച്ചോ. 32. മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യസേർ, നിമ്ര, ഹെശ്ബോസ്, എലയാലോ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭ മറുഭാഷ ഒന്നുമല്ല കേട്ടോ, സ്ഥലപ്പേര് സഭ എന്നൊക്കെ പറയാം. വായിച്ചു. എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുൻപിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാവുന്ന പ്രദേശം. ആരാധനയ്ക്ക് കൊള്ളാവുന്നതാണോ? ആടുമാടുകൾ ഇവരെ ഇറക്കിയത് എന്തിനാ? ആരാധിക്കാൻ. ഇപ്പോഴത്തെ ആഗ്രഹം എന്നാ? അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. പണ്ട് ഒരു പെണ്ണാടും ഒരു കുഞ്ഞാടും ഒരു മുട്ടാടും. പണ്ടേ പിന്നെ ഒരു ചട്ടി, ഒരു കുട്ടി, ഒരു വട്ടി, ഒരു പട്ടി, ഒരു അന്ന് ഇറങ്ങിയപ്പോളേ പെട്ടികൾ മേച്ചകൾ കട്ടിൽ ചിച്ചു തൊട്ടിൽ അരികിടും പുട്ടിൽ. ഉറങ്ങാനോ? പെട്ടികൾ മേച്ചകൾ കട്ടിൽ ചിച്ചു തൊട്ടിൽ അരികിടും പുട്ടിൽ. ആ പെട്ടികൾ മേച്ചകൾ കട്ടിൽ ചിച്ചു തൊട്ടിൽ അരികിടും പുട്ടിൽ. മുട്ടി പിറകതിൻ മട്ടിൽ നല്ല ലൊട്ടുകൾ കൂട്ടി. മുട്ടി പിറകതിൻ മട്ടിൽ നല്ല ലൊട്ടുകൾ കൂട്ടി. ആ വെട്ടികൾ മേജകൾ കാട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. മുട്ടി പിറകതിൻ മട്ടിൽ നല്ല ലൊട്ടുകൾ കൂട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, അന്ന് ഒരു പെണ്ണാടും ഒരു മുട്ടാടും കുഞ്ഞാടും. ഇപ്പം ഇഷ്ടം പോലെ അടിയങ്ങൾക്കോ ആടുമാടുകൾ. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഇതാ മനോഹര ദേശത്ത് നിരസിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മതിയെന്ന്. ഞങ്ങൾ അവിടെ അങ്ങോട്ട് വരുന്നില്ലെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടും മാടും ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പോച്ച്. അവിടെ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് യോർദാനും വങ്ങാനും കിടന്നൊക്കെ? അതിന്റെ കാര്യമൊന്നും ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. അതുകൊണ്ട് അതാ മനോഹര ദേശത്തെ അക്കരയ്ക്ക് വരുന്നില്ലെന്നൊക്കെ ഇവന്മാർ പറഞ്ഞെങ്കിലും ഈ സൺഡേ ആകുമ്പോൾ ഇവര് ചർച്ചിലോട്ട് വന്ന് നിന്നൊരു പാട്ടുണ്ട്. അക്കരയാണ് എൻ്റെ ശാശ്വത. അകത്ത് മുഴുവൻ അക്കരെ പോകാനൊരു താല്പര്യമോ ഇല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. എന്നാലും ഞായറാഴ്ച ദൈവത്തെ കളിപ്പിക്കാൻ എല്ലാവരും അല്ല, ചിലരെ പാട്ട് വെക്കൊന്ന് കാണണം. അക്കരയാണ് എൻ്റെ ശാശ്വത. പിന്നെ അക്കരെ നീ പോ, ഈ പോക്കാ പോകുന്നെങ്കിൽ നീ അക്കരെ പോ. ദൈവത്തിന് മഹത്വം. ഇവര് മനോഹര ദേശത്ത് നിരസിക്കരുത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ 40 കൊല്ലം ഇവരെ ഇട്ട് കറക്കി 38 കൊല്ലം കൊണ്ട് മുടിഞ്ഞു. ഞാൻ പഴയ ഭാഗത്തോട്ട് ഇനി വരുവാ. 38 കൊല്ലം കൊണ്ട് മുടിഞ്ഞു. ആ മുടിയാൻ കാര്യം കറക്കിയതിന്റെ വെളിച്ചത്തിലായി ഇവര് ആരംഭത്തിൽ പറഞ്ഞു തേൻ ചേർത്ത ദോശ, പിന്നെ പറയാ എണ്ണ ചേർത്ത ദോശ, ഒടുവിൽ പറയാ സാരമില്ലാത്ത ആകാരം. അത് വായിച്ച് 21-ാം അധ്യായത്തിന്റെ 4, സംഖ്യാപുസ്തകം 21-4. പിന്നെ അവർ ഏദോം ദേശത്തെ എനിക്ക് അനിതയ്ക്ക് ഞാൻ വേറൊരു വാക്യം തരാം. മോനിയമ്മ എന്ന് വായിക്കട്ടെ. വേറെ ഉണ്ട്. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ധനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് ഇവര് മന്നയ്ക്കെതിരെയാ പറഞ്ഞത്. മന്ന പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, അത് പെന്തിക്കോസി വന്നപ്പം 10-12 കൊല്ലം കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. 40 കൊല്ലമായിപ്പോ ഇപ്പം സാരമില്ലാത്ത ആകാരം, അത് വെറുപ്പുമാണ്. വിശ്വാസത്തിൽ വന്ന സമയത്തുള്ള പാട്ട് ഇങ്ങനെ, എവിടെ പോയി ഞാൻ അവനായി. അന്നത്തെ പാട്ട് 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ പാട്ട് വ്യത്യാസമാക്കി. ഈ പാട്ടാ മിക്കവരും. ഈ വിധത്തിൽ പല വീഴ്ചകൾ വന്നു
ആ കണ്ണുമൊക്കെ മറിയുന്ന കാണണം. കാരണം കണ്ടമാനം ഇപ്പൊ ഒരു 40 കൊല്ലമായപ്പോ പിന്നെ പാട്ട് വ്യത്യാസമായി. ട്യൂണതാ. ജീവിതമിന്നും ശരിയായിട്ടില്ല. അയ്യോ, ആയിക്കോട്ടെ. ഒരു കാര്യം പറയാം, മന്നയ്ക്കൊരു കുഴപ്പവുമില്ല. കുഴപ്പം എനിക്കും നിനക്കുവാ. മന്ന യേശു ക്രിസ്തുവിന് നടല, മന്ന ക്രിസ്തുവേശുവിന് നടല. എന്താ ഇതിന്റെ നടലാന്ന് പറയാൻ കാര്യം ഓടിച്ചു പറയാം, വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഒന്ന്, ഈ മന്ന മുകളിൽ നിന്ന് വന്നതാ, അവിടുന്ന് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അങ്ങനെയെങ്കിൽ യേശുവിന് നടല. അവൻ മുകളിൽ നിന്ന് വന്ന ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടെ ഇരിക്കു വച്ചേ, പ്രൈസ് ദി ലോർഡ്. മുകളിൽ നിന്ന് വന്ന ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മെ രക്ഷിച്ച നസറയനാകുന്ന യേശു. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകി മകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകി മകൾ എടയ്ക്ക് വേണ്ടി യേശു. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്ന്, ഈ മന്ന മേളിൽ നിന്ന് വന്നതാ. രണ്ട് എനിക്ക് ഇഷ്ടമായത് പറയുന്നത്, 2 മന്ന ചെറുതാ, കൊത്തമ്പാലരി പോലെ ചെറുതാ. എന്താ? വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായിട്ട് അവതരിച്ചു. ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം കോടിക്കണക്കിനല്ലയോ നക്ഷത്രങ്ങൾ വാരി വെതറി ഇട്ടിരിക്കുക, കോടി ദൂതന്മാര്. ഈ അണ്ടകടാകം ചിന്തിച്ചാൽ വലിയ അസുഖം ഉണ്ടാകും. ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകൃതഘടകം തൽപ്പലാണ്ടം ത്രണാണ്ടം അങ്ങനെ അണ്ടകടാകം. എടുത്തച്ഛൻ പറഞ്ഞ നക്ഷത്രപങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങ് ഉയർന്ന അളവിൽ വക്ഷീകണം കരുടരെ കണ്ടെന്ന്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും നക്ഷത്രജാലങ്ങളും കോടിക്കണക്കിനാണ്. എത്ര ഗോളം. ഭൂമിയെ വിഴുങ്ങാൻ പരുവമുള്ള വേറെ ഗോളം, അതിനെ വിഴുങ്ങാൻ പരുവത്തിനുള്ളത് സാറൊരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കൈവെക്കുന്നില്ല. വെറുതെ എന്തിനാ വയ്യാത്ത പട്ടി കയ്യാല കയറി എന്ന് പറഞ്ഞു. എത്ര ഗോളമാണ്. വേറൊരു ഗോളത്തിൽ ചെന്ന് ഈ ഭൂമിയെ നോക്കിയാൽ ഒരു ചെറിയ പൊട്ട് പോലെ. അങ്ങനെയുള്ള ഈ ഭൂമി, വലിയവനായ ദൈവം, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം, മറ്റു ഗോളങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഭൂമി ചെറുതാ. ആ ഭൂമിക്ക് തന്നെ 3/4 ഭാഗവും വെള്ളമാണ്, കര കുറച്ചേ ഉള്ളൂ. ആ കരയിൽ തന്നെ ഒരു പൊട്ട് പോലെ പലസ്തീൻ നാട്. എൻ്റെ ഭാഷയാണ്. അവിടെ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലൊരു ചെറിയ പെൺകുട്ടി, 6 അടി പൊക്കം കാണാൻ സാധ്യത കുറവാണ്. ഒരു 5.5 എന്ന് വെച്ചു, 5 മറിയമേ കന്യക, ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടി നമ്മുടെ കേരളത്തിലെ ഭാഷ അനുസരിച്ച് ഒരു ചാൺ വയറെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ചാൺ വയർ ആയിക്കോട്ടെ. ഇതിനകത്ത് നാടൻ ഭാഷയല്ല, ഒരു ഗർഭപാത്രം. അത് വലിയ ഗേവെള്ളം പോലൊന്നും അല്ലല്ലോ, ഗർഭപാത്രം. അതിനകത്താ ഈ വലിയവനായ ദൈവം വന്നത്. എന്തിനാണെന്നറിയാമോ? എന്നെ നിന്നെ രക്ഷിക്കാൻ. അങ്ങനെയാണ് നമ്മുടെ വലിപ്പഭാവമൊക്കെ ഒന്ന് മാറ്റാം. ചിലതിനൊക്കെ സഭയെ വന്നുള്ള വലിപ്പഭാവം, കാലും വെച്ച് തള്ളുവല്ലൊക്കെ ഇങ്ങനെ വിറപ്പിച്ചു. എന്നതാടാ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില അണ്ണന്മാര്? കണ്ടിട്ടില്ലേ? ഉണ്ടെന്ന് യോഗത്തിനൊക്കെ വന്നിരിക്കുക. ഞാൻ ഇന്നാളും കണ്ടു ഒരുത്തനെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, യോഗത്തിന് വന്നിരിക്കുകയാണ്. കാക്കത്തറ്റാലിക്ക് തെറ്റാണ്. അത് നിന്റെ വീട്ടിലിരിക്കണം. ദൈവസന്നിധി വന്ന് ഭയത്തോടും വിറയലോടും ഭക്തിയോടും. അയ്യോ, യോഗത്തിന് വന്ന് മൊബൈലിൽ കളിക്കുന്നു, സ്റ്റേജിൽ ഫോൺ ചെയ്യുന്നവന്. പാട്ടുകാരുണ്ട് കുറേ എണ്ണം. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമോ? ഇവിടെ നിന്ന് ചാറ്റിങ്, കീറ്റിങ്, അടിച്ചുവൻ്റെ എല്ലാം പണ്ടി വയറ് ദൈവം ഇളക്കിയില്ലെങ്കിൽ ഏത് പൊന്നുമോനാന്നേലും ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം, തിരിച്ചു തരാം കേട്ടോ, തിരിച്ചു തരാം. ആരാധനയ്ക്ക് കയറിയാ ഇതെടുക്കുകയല്ല, ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. ഞാൻ പറയും സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. ഒരു തർക്കവും ഇല്ല. സഭായോഗം കഴിഞ്ഞേച്ച് ദൈവത്തെ ഭയപ്പെടും നീ. ഇത് ചുമ്മാ കണ്ടറകാള കളിച്ച് മേളാങ്കവും രസവും ആരാധനയ്ക്ക് ഭക്തിയൊന്നുമില്ല മിക്കതിനും.
ദൈവത്തെ ഇത് പാസ്റ്റർമാർക്ക് പറയാനൊക്കത്തില്ല. ഉടനെ അയാളുടെ നെഞ്ചത്തോട്ട് കയറും. ഉടനെ പറയാം ഇയാളെ മാറ്റണം, അയാളെ അട്ടപ്പാടിക്ക് നമുക്ക് അത് നിങ്ങൾ പേടിച്ച് ആരണ്ടായിരിക്കുന്നത്. ഞാനതൊക്കെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ പറയരുതേ, വെന്നിച്ചോ ഉണ്ടിപ്പോകരുത്. ഒക്കെ പരുവത്തിന് പറയാനാ ഈ പരുവത്തിന് എന്നെ ഇങ്ങോട്ട്. പിന്നെ കാണുമ്പോൾ ഒക്കെ ഒരുമാതിരിപ്പെട്ടതിന് ഒതുങ്ങുക. ദൈവത്തിന് മഹത്വം. നീ ദൈവത്തെ ഭയത്തോടെ സേവിക്കണേ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കണേ, ഭക്തിയോടെ ദൈവത്തെ ഭജിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. 25 ആയില്ലേച്ചാ മിണ്ടുന്നില്ല. 24. അമേരിക്കൻ പരിപാടിയാ. 5 പറഞ്ഞാൽ സൂക്ഷം 5. അത്ര കൃത്യമാ. ഒരു ദിവസം എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ 9:02 ആകുമ്പം വരുമെന്ന്. സൂക്ഷം 9:01 അവിടെ വന്ന്. 1 വന്നിട്ട് പുള്ളി മിണ്ടിയില്ല. 2 ആയപ്പോഴാണ് മിണ്ടിയത്. കൃത്യമാണ്. ദൈവത്തിന് മഹത്വം. 2 കാര്യം പറഞ്ഞു നിർത്തുക. 1 ഈ മന്ന യേശുവിന് നടല. 1 മുകളിൽ നിന്ന് വന്നതാ. 2 ചെറുതാ. എന്നെ നിന്നെയും രക്ഷിക്കാനാ അവിടുന്ന് ചെറുതായത്. 3 വാതുക്ക കിടപ്പുണ്ട്. കൂടാരവാതിൽ തുറക്കുമ്പോൾ വാതുക്കൽ അത് മന്ന യേശു രക്ഷകൻ രക്ഷിത വാതുക്കൽ. കിഴക്കോട്ടൊന്നും പോകണ്ട. നീ കിഴക്കോട്ട് പോകാതിരിക്കുന്ന നല്ലത്. തെക്കോട്ടും പോകണ്ട. തെക്കോട്ടെ എന്നാലും ഞാൻ തള്ളയിടക്കിലോട്ട് പോകാന്ന്. ഏത് തള്ളയാന്ന് എനിക്കറിയില്ല. തെക്കൊരു തള്ളയുണ്ടെന്നോ. നീ തെക്കോട്ട് പഠിക്കണ്ട. എന്നാലും പറഞ്ഞ് ഞങ്ങൾ വടക്ക് പോകുന്ന തള്ളയെടുക്കുക. അനാവശ്യം തന്നെ. നീ കിഴക്കോട്ടും പോകണ്ട, വടക്കോട്ടും പോകണ്ട, തെക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, എങ്ങോട്ടും പോകണ്ട. നീ ഇരിക്കുന്നിടത്ത് രക്ഷ. ഇരിക്കുന്നിടത്ത് വാതിൽ തുറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വാതൊക്കെ മന്ന. മന്ന ക്രിസ്തുവിന് നിഴല. രക്ഷകൻ നിന്റെ അടുത്തുണ്ട് കേട്ടോ. 1 ഇത് മേളിൽ നിന്ന് വന്നതാ. 2 ചെറുതാ എന്നെ നിന്നെ രക്ഷിക്കാൻ. 3 വാതുക്കലുണ്ട്. 4 എൻ്റെ ഭാഷയാ മന്നയ്ക്ക് മൊനയില്ല. ഉരുണ്ടതല്ലേ. ഈ താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മൊനയില്ല, മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കൊഴുക്കട്ടയിൽ മൊനയുണ്ടാവും. ശാന്തമാമേ പണ്ടൊരു അമ്മച്ചി കൊഴുക്കട്ട ഉണ്ടാക്കി സാഹിബിന് കൊടുത്ത്. സാഹിബ് ഇത് തുറന്നപ്പോൾ അതിനകത്ത് ചക്കര. അപ്പം സാഹിബ് ചോദിച്ചു ഇത് ആരാ, ഇതിൻ്റെ എഞ്ചിനീയറിങ് ആരാന്ന്. ടെക്നീഷ്യൻ. സാഹിബ് അവിടെ അമേരിക്ക ന്യൂയോർക്ക് പാലം എത്ര നമ്പർ പാലത്തിൻ്റെ പേരിന് വാഷിങ്ടൺ പാലം. അതിന് 3 തട്ടലും കണ്ടാ പോകുന്നത്. അടിയിൽ കൂടെ കപ്പലും. ഞാനും അതിലേക്ക് കയറിയിട്ടുണ്ട് കൃപയാൽ. അതുപോലെ പണിത സാഹിബിന് കൊഴുക്കട്ടയ്ക്കകത്ത് തേങ്ങയും ചക്കരയും കയറ്റുന്നത്. സാഹിബ് ചോദിച്ചു ഇതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ നമ്മുടെ ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ട് നിർത്തി ചട്ടയും കൊണ്ട് കൊടുത്ത്. എങ്ങനെ സാധിച്ചെന്ന് അമ്മ അതിൻ്റെ പരിവർത്തനം കാണുന്ന തെങ്ങ കിടന്ന തേങ്ങായും കരിമ്പിനകത്തിരുന്ന ചക്കരയും ഇതിനകത്ത് കയറ്റി നോക്കിയിട്ട് ഒരു വിടവും കാണുന്നില്ല കയറ്റുന്നത്. അവിടെ അകവാള് വെട്ടിപ്പോയി. അപ്പം ഈ മന്നയ്ക്ക് ഒരു മൊനയില്ല. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു. വല്ല കുറ്റവും കണ്ടോ? പീലാത്തോസും ഹന്നാവും കയ്യപ്പാവും സെന്നിധിരി സംഘങ്ങളും വന്നവനെല്ലാം മാറി മാറി വിസ്തരിച്ചു. ഇങ്ങനൊരു വാക്യമുണ്ട്. എന്നിട്ട് കള്ളസാക്ഷിയം കൊണ്ടുവന്നു. ഒത്തില്ല. പരമവിശുദ്ധനാ, നിർദോഷനാ, നിർമ്മലനാ, പവിത്രനാ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഇന്ന് രാത്രി കർത്താവിനെ ഏറ്റെടുക്ക്. ആ ദൈവകൃപ ഇന്ന് രാത്രി വാ. ആ യേശുവിന്റെ പ്രത്യക്ഷത നിന്നെ രക്ഷിക്കാനാ, നിന്റെ പാപം മോചിക്കാനാ, നിന്നെ വിടുവിക്കാനാ. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. ആ പഴയ പാട്ട് നമുക്ക് ചേർന്ന് പാടി വേണം ഇന്ന് രാത്രി പിരിക്കാൻ. എല്ലാവരും കൈയടിച്ച് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പാടണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. ഇരുന്നോട്ട് പാടിയാൽ മതി. സ്റ്റേജിൽ ഇരിക്കുന്നവരൊന്ന് എഴുന്നേറ്റോ. ദൈവദാസന്മാർ ഒന്ന് എഴുന്നേറ്റോ. നിങ്ങൾ ഒത്തിരി നേരം ആയില്ലോ ഇരിപ്പ്. ഒന്ന് എഴുന്നേറ്റോ. നിങ്ങൾ ഇരിക്കേ. നമുക്ക് കൈയടിച്ച് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്നൊന്നീ വന്നിട്ട് എൻ്റെ മണവാള നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. ഞാൻ എൻ്റെ ആശ അമ്മേ മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേല മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. ഗഗനനാദവും ദൂതർഗങ്ങളും കോടിരഥങ്ങളുമായി വന്നിടൂ പ്രിയ രക്ഷകൻ. വന്നിടൂ പ്രിയ രക്ഷകൻ. ഗഗനനാദവും ദൂതർഗങ്ങളും കോടിരഥങ്ങളുമായി വന്നിടൂ പ്രിയ രക്ഷകൻ. വന്നിടൂ പ്രിയ
കൈയടിച്ച് ചേർന്ന് മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ ഉയർത്തിടും നോടി നേരത്തിൽ ഉള്ളിൽ തന്റെ വിശുദ്ധരെല്ലാം മധ്യാകാശത്തിൽ ചേർന്നിടും മധ്യാകാശത്തിൽ ചേർന്നിടും മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ കരമുയർത്തി ഹല്ലേലൂയ പാടാ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ ഒരപേക്ഷ 1 മിനിറ്റ് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ആവതുള്ളവർ മതി. ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്നേക്കും കരങ്ങൾ വീശി ക്രിസ്തുവിൻ ഒരിക്കൽ കൂടെ പാർക്കും നമ്മളെല്ലാം എന്നേക്കും പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഈ 2 ദിവസം ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ഞങ്ങൾക്കും കുടുംബമായിട്ടും സഭയിലെ കർത്തദാസന്മാർക്ക് ഒന്നിച്ചു വരുവാനിടയായി 2 ദിവസവും ബഹുമാനപ്പെട്ട കോശിച്ചായനെ ഓർത്ത് ദൈവത്തെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിക്കട്ടെ, നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. യാന്തമാമി അച്ചായനും വന്നല്ലോ, വളരെ സന്തോഷം. എൻ്റെ സ്നേഹിതനും കൂടാണ് ജേക്കബ് പാസ്റ്റർ. ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബെന്നിച്ചൻ, എല്ലാ ആദരണീയ കർത്തദാസന്മാർ, പാസ്റ്റർ, മറ്റ് ബഹുമാനരായ കർത്തദാസന്മാർ, സാറ്, എല്ലാവർക്കും നന്ദി.